ഗംഗേ, എഴുന്നേൽക്ക് മോളെ. ഇപ്പൊ പോകാനുള്ള വണ്ടി വരും. ജോലിക്ക് പോകണ്ടായോ മോളെ? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേറ്റ് കുളിക്ക്. വാ. വണ്ടി വിട്ടോ. പിടിച്ചേ. അത് ശരിയാ, ഇതൊക്കെ നമ്മൾ വേണം നോക്കാൻ. ചേട്ടാ നമസ്കാരം ചേട്ടാ. വാ 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 വാ. നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു ഇവിടെ. നിങ്ങളെ കണ്ട എത്ര നാളായി ചേട്ടാ. എന്തൊക്കെയുണ്ടാ നിന്റെ വിശേഷങ്ങളൊക്കെ? സുഖമാണ് ചേട്ടാ. ചേട്ടാ സിരിവ് കാട്ടി പോയി മീൻ പിടിച്ചോണ്ട് വാ. ശരി ചേട്ടാ. ഇവന് മീൻ കൂട്ടാന്ന് പറഞ്ഞ വലിയ ഇഷ്ടാ. അല്ലടാ, എന്താ ഈ ഭാഗത്തൊക്കെ? പാവം, ഇവൾക്ക് ഇതുവരെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. ഒരു തൊട്ടിൽ കെട്ടാൻ വേണ്ടി നമ്മുടെ അമ്പലത്തിലേക്ക് വിളിച്ചോണ്ട് വന്നതാ. അയ്യോ എടാ, അത് പറ്റില്ലല്ലോ. പ്ലീസ് സർ, ഈ അമ്പലത്തെ കുറിച്ച് എന്റെ അമ്മായിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല എന്ന് പറയരുത്. ഇവിടെ വേണ്ട മോളെ. ടൗണിലൊരു ചാമുണ്ടേശ്വരി ക്ഷേത്രമുണ്ട്, അവിടെ പോയി ചെയ്താൽ മതി. ചേട്ടാ, നിങ്ങൾ എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, നിന്റെ മൊബൈൽ എടുത്ത്. നിങ്ങളുടെതെന്താ? ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾ പോയി ദർശനം ചെയ്തിട്ട് വരാം കേട്ടോ. മൻസൂറേ ചേട്ടാ, പറയും. ഇത് കൊണ്ടുപോയി ആ മരത്തിൽ കെട്ടിയിടൂ. ആവശ്യമുള്ളടുത്ത് കഴുകി, നാണിക്കാതെ കഴിക്കടാ. ചേട്ടാ കഴുകി. എന്താ ചേട്ടാ ഇങ്ങനെ? തിന്നടാ, തിന്നടോ നായേ. നീ എന്തുണ്ടാക്കാൻ ഇങ്ങോട്ട് ക്യാമറയും ഫിറ്റ് ചെയ്തോണ്ട് വന്നു? കല്യാണത്തിന് മുമ്പ് കൊച്ചുണ്ടാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നില്ല ഡി ഉഷാറാണി. അമ്പലത്തിലെ പൂജാരി ലെറ്റർ എഴുതിയിരുന്നു സർ. ഇയാൾക്ക് എന്തിന്റെ കേടാ? താൻ കത്ത് കൊടുത്തു വിടുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഇവിടെ ഒന്ന് ചത്തുകൊണ്ടിരിക്കുക. താൻ കാരണം എത്ര പേര് കൂടി ചാവണം? ഇത്ര ദൂരം കുഴിച്ചു ആ അമ്പലത്തിന്റെ അടുത്തേക്ക് വന്നേക്കല്ലേ. ഞാൻ കൈകൂപ്പി വണങ്ങി അഭ്യർത്ഥിക്ക. ഒരു കാര്യം പറഞ്ഞേക്കാം, അർച്ചന ചെയ്യോ അലങ്കാരം ചെയ്യോ എന്ത് വേണം ചെയ്തു, പക്ഷെ 10 ദിവസത്തിനുള്ളിൽ അതിനുശേഷം തന്റെ ശിവൻ കൈലാസത്തിലേക്ക് പോകും. നന്ദി ഭഗവാനെ, മരണ ചുടുകാട്ടിലേക്ക് അയക്കുന്നു, ശിവനെ കൈലാസത്തിലേക്ക് അയക്കുന്നു എന്നവൻ പറയുന്നു. നന്ദി ഭഗവാനെ, ഇവിടുന്ന് ഒരു കല്ല് മാറിയാൽ പോലും ഞാൻ എന്റെ ജീവൻ പിടിയോ. പിന്നെ നിന്റെ ഭഗവാനെ നീ വേണം നോക്കാൻ. കുട്ടിയെ കണ്ടീഷൻ വളരെ ഗുരുതരമാണ് സർ. സർ പ്ലീസ് സർ, ഒന്ന് കാറ് മാറ്റി തരൂ സർ. സർ ഒന്ന് വഴി വിടും സർ. സർ പ്ലീസ് സർ, ഒരുപാട് രക്തം പോയി സർ. സർ നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ.
പേഷ്യന്റ് കുറച്ച് സീരിയസ് ആ, വണ്ടി ഒന്ന് മാറ്റേ. ഒരു 5 മിനിറ്റ് നിൽക്ക്, ഏട്ടൻ കേക്ക് വെട്ടട്ടെ, എന്നിട്ട് അയക്കാം. 2 സെക്കൻഡേ കാര്യമുള്ളൂ. എമർജൻസി പേഷ്യന്റ് ഒന്ന് സഹകരിക്കും. ഒരു അരമണിക്കൂർ ആവുവാടാ. ഡോ, തനിക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞ മനസ്സിലാവില്ലേ എന്നോ? ഹാപ്പി ബർത്ത്ഡേടാ. നെക്സ്റ്റ് ടൈം തൊട്ട് വീട്ടിൽ ആഘോഷിക്കാം. ഓക്കെ? റോൾഡ് ഗോൾഡ് റോഡിൽ കിടന്ന് ഷോ കാണിച്ചപ്പോഴേ തോന്നി. മോനെ മോനെ എഴുന്നേക്കടാ. പാതിരാത്രി കഴിഞ്ഞല്ലേ കിടന്നത്? എഴുന്നേക്കടാ. എടാ, കഴിച്ചിട്ട് വീണ്ടും വന്ന് കിടന്നു. ഇപ്പൊ എഴുന്നേക്ക്. വാ. ഞാൻ ഓഫ് ചെയ്തില്ലടാ. അല്ല, ഞാനാ ഫ്യൂസ് ഊരിയത്. എന്തിനാച്ചാ? അത് പിന്നെ എന്റെ ശമ്പളം 70,000 രൂപ, അതിൽ നിനക്കെന്നെ 30,000 ചെലവാകുന്നു. നീയൊരു ജോലിയൊക്കെ സമ്പാദിക്കുന്നത് വരെ ഈവനിങ് 7 മുതൽ മോർണിംഗ് 7 വരെ മാത്രമേ നിന്റെ റൂമിൽ കറണ്ട് ഉണ്ടാകൂ. എന്താച്ചാ ഇത്? അതായത് നീ ഇങ്ങനെ പകൽ മുഴുവൻ കുടിച്ചു നടന്നിട്ട് ഇങ്ങനെ ആയാ ഞാനെന്താ ചെയ്യാ? അതെ, അവൻ എന്തിനു വേണ്ടി അടിച്ചു നിനക്കറിയോ? എടാ, നിന്റെ ഈ സീരിയൽ ആക്ടിംഗ് ഒക്കെ നിർത്തി ഒന്ന് കുളിക്കാൻ നോക്ക്. 9 മണിക്ക് വെള്ളവും കട്ടാവും. അച്ഛാ, ഇത് വീടാണോ ഹോസ്റ്റലാണോ? പിന്നെ വീട് തന്നെ. ഇത് നിന്റെ അമ്മ. മനസ്സിലായില്ലേ? ജോക്കാണോ? ആ, 2 മിനിറ്റ്സ് വേഗം ആവട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അനിയനാരെയോ അടിച്ചതാ. അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാ. ഇവന്റെ അടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. കുടിക്കുക, അടി ഉണ്ടാക്കുക, ഇത് തന്നെ അവന്റെ സ്ഥിരം ജോലി. അതുകൊണ്ടാ. ഷുഗറോ? ചമ്മന്തി പോലും ഇല്ല അമ്മേ. അതെ. എന്താ? അവൻ ആഗ്രഹിച്ചു ചോദിക്കല്ലേ, ഒരിത്തിരി ചമ്മന്തി ഞാൻ അവൻ അരച്ചു കൊടുത്തോട്ടെ പ്ലീസ് ഏട്ടാ. നീയും ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്താലേ നാളെ മുതൽ നിനക്കും ഒരു ഇഡ്ഡലി ആയിരിക്കും അനുവദിക്കുക. മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. നിർത്തച്ചാ, ഒരുമാതിരി സാഡിസ്റ്റിനെ പോലെ ബിഹേവ് ചെയ്യില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ജോലിക്ക് പോണം. ആദ്യം ഞാൻ പുറത്തു പോയിട്ട് ടിഫൻ കഴിച്ചിട്ട് വരാം. അനിയനെ ഒരു ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റില്ല. ജോലിക്ക് പോയാലേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ. നീ ഡോക്ടറാണോ റിപ്പോർട്ടറാണോ? ഇഡ്ഡലി കഴിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോന്നോക്കടാ. മോനെ, നിനക്കൊരു 1000 rupees ഗൂഗിൾ പേ ചെയ്തേക്കാം. വേണ്ടത് എന്താന്ന് വെച്ചാ വാങ്ങി കഴിച്ചോ. ശരി, ലവ് യു അമ്മ. ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിലും സ്റ്റൈലിന് ഒരു കുറവുമില്ല. ഇങ്ങനെ 2 സിഗരറ്റ് വലിക്കാൻ മാത്രം നിനക്ക് എന്ത് ടെൻഷനാ ഉള്ളേ? എന്റെ അച്ഛനെ നല്ലൊരു മന്ത്രവാദിയെ കാണിക്കണോടാ. എന്തിന്? ബാധ പിടിച്ച പോലെ പെരുമാറുന്നടാ. എന്താ പറയുന്നേ? എന്നോട് ജോലിക്ക് പോകാൻ പറയാടാ. അതെന്താ അങ്ങേര് പോവില്ലേ? അല്ല പിന്നെ വന്ന് ഇപ്പൊ ഈ പേരൻസ് വളരെ ലേസ് ആയിക്കൊണ്ടിരിക്കുക. അല്ല, നിന്റെ അച്ഛനും അങ്ങനെയാണോ ചോദിക്കാറ്? എന്റെ അച്ഛനോ ജോലിക്ക് പോകുന്നോ കല്യാണം കഴിക്കുന്നോ എന്ന് ചോദിച്ചു. ആയ കാലത്ത് ജോലിക്ക് പോയിട്ടില്ല, പിന്നെ ഇപ്പോ. അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിച്ചടാ. എന്റെ അച്ഛൻ ആ ഓപ്ഷൻ എനിക്ക് തന്നില്ലടാ. ഇങ്ങത്താ, ഇനി സീറ്റിനും കൂടെ തൊളയിടല്ലേ. ഞാൻ എവിടെയോ ഒരു വേക്കൻസി കണ്ടിരുന്നളിയാ. അവസാന കാലത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഞങ്ങളെ കൊണ്ട് ആവും വിധം പ്രയത്നിക്കുന്നു. ഇന്ന് വാക്സിനേഷൻ ആണ്. പിള്ളേരൊക്കെ ഭയങ്കര ഡള്ളായിട്ടായിരിക്കുന്നേ. ഫുഡ് ഇൻടേക്കും ഒന്നും എടുക്കുന്നില്ല. ചിത്ര വരും. താങ്ക്സ് അഗൈൻ ചിത്ര, നീ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഒക്കെ എന്തിനാ സിസ്റ്റർ? മരിക്കാൻ പോകുന്നു അറിഞ്ഞിട്ടും ആ പിള്ളേരൊക്കെ ചിരിക്കുന്നു. അവരുടെ ചിരിക്കും മുമ്പ് ഈ ചെക്കൊന്നുമില്ല. ഞാൻ പോട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു മോളെ. എന്താ അമ്മ ഒന്നും മിണ്ടാത്ത? രാവിലെ നിന്റെ അച്ഛനോടെ പാചകത്തിന് ഒരാളെ വെച്ചോട്ടെന്ന് ചോദിച്ചപ്പോ
നിന്റെ ഇളയ മോന് ജോലി കിട്ടട്ടെ എന്നിട്ട് വെച്ചാ മതിയെന്ന് പറഞ്ഞു. സത്യമായിട്ടോ? വിഷമിക്കാണോ അമ്മ? സാരമില്ലടാ, നിനക്കൊരു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ വെച്ചോളാം. അമ്മയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമാണോ? അതെടാ, നീയും രാവിലെ എഴുന്നേറ്റ് അച്ഛനെയും ഏട്ടനെയും പോലെ ജോലിക്ക് പോയിട്ട് വരുന്നത് എനിക്ക് കാണണമെന്നുണ്ടടാ. അമ്മയ്ക്ക് ഇത് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞുകൂടായിരുന്നില്ലേ? നോക്കിയോ, നാളെ തന്നെ ഞാൻ ജോലിക്ക് പോകും. പിന്നെ അമ്മേ, ഈ സോഫ്റ്റ്വെയർ ഒക്കെ കുറച്ച് കഷ്ടമാണ്. ഞാൻ വേറെ ഏതെങ്കിലും ജോലി അന്വേഷിക്കാം. സിഇഒ വരുന്നുണ്ട്. കാണാൻ എന്തൊരു ഭംഗിയായിട്ടാ. അവരാണ് കമ്പനി സിഇഒ. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ജോലി ശരിയാക്കണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എത്ര പേര് വന്നിട്ടുണ്ട്? മൊത്തം 40 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ അച്ഛൻ റെക്കമെൻഡ് ചെയ്തത് 6 പേരുണ്ട് മാഡം. ഓ, റെക്കമെൻഡഡ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഒന്ന് ഇങ്ങോട്ട് വരാമോ? റെക്കമെൻഡേഷനും ഇല്ല, ഒന്നുമില്ല, പക്ഷെ ജോലി മാത്രം മാഡം. That's all? Good. Now all of you get out. ഞാൻ ഡാഡി റെക്കമെൻഡേഷൻ ആണ് മാഡം. Get out. Bye. I know what I'm doing. റെക്കമെൻഡേഷൻ കൊണ്ട് വരണ്ടായിരുന്നു. Send them all in one by one. Sure madam. May I come in, madam? Hi, madam. Hi. Sit down. Thank you. Madam, file. അത് വേണ്ട. Sell this cream to me. ഈ ക്രീം എനിക്ക് വിൽക്ക്. എന്താ മാഡം ഇത്? നിങ്ങളുടെ ക്രീം എങ്ങനെ നിങ്ങളെടുത്ത് വിൽക്കുക? ഈ കമ്പനി നിങ്ങളുടെ അല്ലേ മാഡം? ഇത് നിന്റെ സെയിൽസ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഓ, ഓക്കെ മാഡം, ഈ ക്രീം വാങ്ങിച്ചോളൂ. നല്ല ക്രീമാണ്. ഹലോ ബ്രദർ. ബ്രദർ അല്ല, ബാലു. വാട്ട് എവർ. ഇത് ഓരോ വീട്ടിലും കൊണ്ടുപോയി വിൽക്കുന്ന സോപ്പ് ഡിറ്റർജന്റ് അല്ല, ഓൾഡ് സ്കൂൾ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. ഇത് കറുത്ത് വൃത്തികേടായിട്ടുള്ളവരെ വെളുപ്പിക്കുക എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് ചെയ്യണം. മാഡം, സാറിനെ പോലെ ആലോചിക്കുന്നത് തെറ്റല്ലേ? TV ഓൺ ചെയ്താൽ മതി. കറുപ്പ് സൗന്ദര്യക്കേടാണ്, വെളുപ്പാണ് സൗന്ദര്യം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഈ പറഞ്ഞ് തേച്ചുകൊണ്ടിരിക്കും. നമ്മളും അതേ കള്ളം പറയണോ? നമ്മുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ വെളുപ്പിന് പകരം സൗന്ദര്യം വർദ്ധിക്കുന്നു പറയാം മാഡം. മാഡം, സ്റ്റോപ്പ് തിങ്കിങ് വൈറ്റ്, ലെറ്റ്സ് തിങ്ക് ബ്യൂട്ടിഫുൾ മാഡം. Superb. Amazing caption. Genuinely. I appreciate the way you think. Thank you. ഞാൻ നിന്നെ സെയിൽസ് ടീമിലല്ല, സെയിൽസ് ഹെഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. Thank you, madam. We have ISB candidates for that. നിന്റെ ISB കാൻഡിഡേറ്റ്സിന് ഈ ക്രീം പോലും വിൽക്കാൻ പറ്റില്ലല്ലോ. മാഡം, ഈ ക്രീം വാങ്ങിച്ചില്ലേ? മാഡം ക്യാഷ് തന്നാ ഞാനിത് ബില്ല് ചെയ്യാം മാഡം. Superb, Balu. That's the spirit. So Balu, your salary will be 12 lakhs per annum. 12 lakhs per annum. കഷ്ടപ്പെടണ്ട. 1 lakh per month. മാഡം, മാഡത്തിന്റെ ദൈവമാണ് മാഡം. താങ്ക് യു സോ മച്ച് മാഡം. എന്ത് പറ്റി? മാഡം, മിഡിൽ ക്ലാസ്സുകാരുടെ കഷ്ടം മാഡത്തിന് ഇങ്ങനെ മനസ്സിലാവും. ഒറ്റയടിയിൽ ഞാൻ എന്റെ അച്ഛന്റെ സാലറി കടന്നു മാഡം. താങ്ക് യു മാഡം. താങ്ക് യു. I'll see you tomorrow. Of course madam. Thank you madam. Thank you. ജോലിയോ? എവിടെയാടാ? കോസ്മെറ്റിക് കമ്പനിയിൽ മാസം 1 ലക്ഷം ശമ്പളം. നാളെ തൊട്ട് പാചകത്തിന് ആളെ വെച്ചോമ്മേ. ശമ്പളം ഞാൻ കൊടുത്തോളാം. കണ്ടോ ഏട്ടാ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എന്നായാലും എന്റെ ഇളയ മോനെ എന്നെ നന്നായി നോക്കാന്ന്. അയ്യോ, ഒരു ഡോക്ടറും ഉണ്ട്, ഒരു പോലീസും ഉണ്ട്. എനിക്കെന്താ പ്രയോജനം? പിന്നെ സാറ് ജോലിക്ക് പോയോ? ഇല്ല ഏട്ടാ, റെഡി ആയിക്കൊണ്ടിരിക്കുക. ശരി, പുതിയ ജോലിക്ക് പോവല്ലേ? ഇതാ 10,000 രൂപയുണ്ട്. അവനോട് പുതിയ ഡ്രസ് എടുക്കാൻ പറ. അവനത് ഇന്നലെ വാങ്ങിയല്ലോ. എവിടുന്നാ പണം? അയലത്തെ പത്മനാഭനില്ലേ, അവനെന്തോ ഒരു 40,000 കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. അത് വെച്ചവൻ വാങ്ങി. എന്നോടൊരു വാക്ക് ചോദിക്കേണ്ടതല്ലേ? ഓ, അവനെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ ആയിരുന്നു. അയ്യോ, ഞാൻ അവനെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മോനാന്ന് കരുതി. ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് നിങ്ങളെപ്പോലൊരു ഫ്രോഡുകളെ ഞാൻ കണ്ടിട്ടില്ല. ദേ വരുന്നു നമ്മുടെ പൊന്നു മോൻ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ കാണാൻ എന്ത് സുന്ദരനാ. ബൈ പാരന്റ്സ്. എടാ നിക്ക്, കുറച്ചെങ്കിലും വിവരം ഉണ്ടോ നിനക്ക്? എന്ത് പാന്റാടാ ഇട്ടിരിക്കുന്നേ? മുള്ളുവേര് ചാടിക്കിടന്നാ കൂടി ഇത്രയും കീറലുണ്ടാവില്ലല്ലോടാ. അച്ഛൻ വാങ്ങാറില്ല 100 രൂപയ്ക്ക് 2 മീറ്ററിന്. അത് വാങ്ങുമ്പോ ബ്ലൂ ആയിരിക്കും, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ ബ്ലൂ ആവില്ലേ? ഇത് ആ മെറ്റീരിയൽ അല്ല. 100 കണക്കിന് ടെക്നീഷ്യൻസ് ആൻഡ് സം ഡിസൈനേഴ്സ് ഓരോ നൂലായിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ ആണിത്. ഇറ്റ്സ് എ ബ്രാൻഡ് ആഡ്. ബൈ മാം.
ഇവൻ നേരെയാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വേണേ നോക്കിക്കോ, അവന് താഴെ 100 പേര് ജോലി ചെയ്യുന്നുണ്ടാവും. അറിയാവിടി, ഇവൻ ജോലി ചെയ്യില്ല, അവര് തന്നെ ജോലി ചെയ്യണം. അഹങ്കാരം കൂടിട്ട് നിനക്ക്. കൈ വല്ലാണ്ട് വേദന എടുക്കുന്നേട്ടാ, പൊക്കാൻ കഴിയുന്നില്ല. എന്നെ കൊണ്ട് കഴിയുന്നില്ല ഏട്ടാ. കുട്ടികളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതിന് തെറ്റാണ്. അതും പോലെ തന്നെ എന്തിനാണ് അടിക്കുന്നത്? അവനോട് സോറി പറ. ഞാനാണെങ്കിൽ എനിക്ക് എന്താ സോറി ജോലിയെടുത്ത് അകത്തേറ്റ്. ഞാനോ? അപ്പനോ? എന്റെ പേരെന്താടാ? വാസുന്നാ. നീ എന്റെ കൂടെ വരുന്നോ? വീണ്ടും ജോലിക്കാണോ ഏട്ടാ? അല്ലടാ, നീ വല്ല കഴിച്ചോ? മാഡം, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേയിൽ തന്നെ ജീൻസോ? അപ്പൊ നാളെ മുതൽ ഇങ്ങനെ ടീഷർട്സ്, ഷോർട്സ്, പൈജാമാസ് അങ്ങനെയൊക്കെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഡം. ജോലി കിട്ടിയോണ്ട് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചതാ. ഇതാണോ? മാഡം, മാഡത്തിനോട് പറയുന്നതിൽ എന്താ ഉള്ളത്? ആ ഫോർമൽസ് ഇടുമ്പോ എന്തോ ഒട്ടിപ്പിടിച്ച പോലെ ഫീവറിഷ്, അൺകംഫർട്ടബിൾ ആയിരിക്കുന്നു മാഡം. മാഡം, ഇന്ന് മാത്രം പെർമിഷൻ തരുക മാഡം. പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ് 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 പ്ലീസ്. എനിക്കൊക്കെ. ആ രാഹുൽ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കിയോ? അത് നമുക്ക് നോക്കാം മാഡം. മാഡത്തിന് ഓക്കെ ആണല്ലോ, അത് മതി എനിക്ക്. ഇതിന്റെ ഫ്രണ്ടാ മാഡം. ഹായ്. മോൻ എന്താ പഠിക്കുന്നത്? ഇവൻ പഠിക്കുന്നൊന്നുമില്ല. ഇവിടെ നമ്മുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയിലോ? ഈ കമ്പനിയിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. എന്താ ഹീറോ ആവാൻ നോക്കുക? ജീൻസിന്റെ കാര്യമാണ് സർ. ഇപ്പോഴും മാഡത്തിന്റെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചേ. ചങ്കാറെഡ്ഡിയുടെ ആളെ നീ തല്ലിയോ? ഹി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സപ്ലൈസ് ഓഫ് മൈക്ക ഓർ. യു കം. സ്റ്റോപ്പ് ഇറ്റ് രാഹുൽ. ബാലു, നീ എന്തിനാ അടിച്ചേ? മാഡം, അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു മാഡം. എന്നിട്ട് അടിക്കുകയും ചെയ്തു. വാട്ട്? ചൈൽഡ് ലേബേഴ്സ് എൻകറേജ് ചെയ്യുന്ന വെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്തിനാ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്? ചേഞ്ച് ദ വെൻഡർ. അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് യുവർ ഫാദേഴ്സ് കൺസേൺ. ഐ ഷോ യു ടോക്ക് ടു ഹിം. ദിസ് ഈസ് മൈ കമ്പനി ആൻഡ് യു ക്യാൻ ലീവ്. ബാലു. ആ മാഡം. നാളെ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് ഉണ്ട്. അതിന് വേണ്ടത് റെഡി. അവിടെ ആരെങ്കിലും അടിക്കണോ മാഡം? മൻസൂറേ, ചേട്ടാ നീ ആ ചക്രപാണിനെ വിളിക്കും. ശരി ചേട്ടാ. ശരി സാറേ, ഞാൻ അവരെ ജോലി ചെയ്ത് പെട്ടെന്ന് തന്നെ മാറ്റിക്കോളാം. ഇനി ഒരിക്കൽ കൂടി സംഭവിച്ചാൽ ഞാൻ തന്നെ നേരിട്ടങ്ങ് വരും. സാറേ, ഇനി ഇതുപോലെ ഫ്യൂച്ചറിൽ ഒരിക്കലും ഉണ്ടാവില്ല സാറേ. ഞാൻ എല്ലാം നോക്കിക്കോളാം സാറേ. എന്നാ ഓക്കെ. ഇവിടെ മാഡം. ചിത്ര. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ റെക്കമെൻഡ് ചെയ്ത കാൻഡിഡേറ്റിനെ നീ വേണ്ടത് പറഞ്ഞു. ഫർഗെറ്റ് ഇറ്റ്. അർഹതയില്ലാത്ത ഒരുത്തരെ മാർക്കറ്റിംഗ് ഹെഡാക്കിയിരിക്കുന്നു. അതും വിട്ടേക്ക്. ഈ ചങ്കാറെഡ്ഡിയുടെ കാര്യത്തിൽ മാത്രം നീ ഇൻവോൾവ് ആവണ്ട. ചിത്ര, ചില കാര്യങ്ങൾ അറിഞ്ഞാലും അറിയാത്ത പോലെ അഭിനയിക്കണം. ഓക്കെ? യു ആർ എൻ ഓൺട്രപ്രണർ. ബിഹേവ് ലൈക്ക് എൻ ഓൺട്രപ്രണർ. അണ്ടർസ്റ്റാൻഡ്? നടക്ക്. മര്യാദയ്ക്ക് ശമ്പളം മാത്രം മേടിച്ചെന്ന് പറഞ്ഞ ഇവിടെ വന്ന് പിള്ളേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുക. ഇന്ന് നിന്നെ മാഷ് എന്താടാ പഠിപ്പിച്ചേ? നമ്മള് നല്ലോണം പഠിച്ചാ നമുക്കും ജീവിക്കാം, മറ്റുള്ളവരെ ജീവിപ്പിക്കാനും കഴിയുമെന്ന് പറഞ്ഞു. വന്ന് ജീവിപ്പിക്കടാ. എല്ലാവരെയും മാഷ പോലെ നുണയെ പറയുള്ളൂ. പഠിച്ചോണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ സ്ലേറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കോറിയിൽ വന്ന് ചുമടെടുത്താലേ ജീവിക്കാൻ പറ്റൂ. കേട്ടോ?
It will definitely work. Perfect. We were looking forward for this happening. We'll definitely let you know at the earliest. Yeah. Wish you good luck. Thank you. All the best. Bye-bye. Yeah, bye. മാഡം മാഡം Thank you, Balu. This is exactly what I needed. എനിക്കറിയാം മാഡം മാഡത്തിന് എന്താ വേണ്ടെന്ന്. ബാലു, നീ എല്ലാവരെയും ഇതുപോലെ തന്നെ കെയർ ചെയ്യോ? അയ്യേ, എല്ലാവരും ഒന്നുമില്ല മാഡം. ചെറിയ കുട്ടികളെ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയെ, ഇപ്പൊ നിങ്ങള്. മാഡം മാഡം അകത്തോടുത്ത സ്പീച്ചില് ഇൻവെസ്റ്റേഴ്സ് ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ്. ഡീൽ ഒന്ന് ഫൈനൽ ആയിക്കോട്ടെ. പിന്നെയുണ്ട് എന്റെ അച്ഛന്. എന്നുവെച്ചാ നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കണോ? നീ ചീത്ത പറഞ്ഞ അതും കേൾക്കണോ? നീ കഴുതി കെട്ടാൻ പറഞ്ഞ ഞാൻ കെട്ടണോ? വേറെ പണിയൊന്നുമില്ലേ? നീ അല്ല എന്റെ അച്ഛൻ. ഓ മാഡം, ഒരു കാര്യം ചോദിക്കട്ടെ, ആ കഴുതി ആരാ? ആ രാഹുൽ. എന്ത്? നിങ്ങൾക്ക് അവൻ ഇഷ്ടമല്ല? ചീച്ചി. ഓ, പക്ഷേ മാഡം ഓഫീസിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം എന്ന് പറഞ്ഞു. വേറെ പണിയൊന്നുമില്ല. നാളെ ടീ ടൈമിൽ രണ്ടുപേർക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. താങ്ക് യു ഗോഡ്. ഒന്നുമില്ല മാഡം. മാഡം, ഇപ്പൊ നിങ്ങള് സിംഗിൾ അല്ലേ? എന്ത്? ആരെങ്കിലും പരിചയപ്പെടുത്താൻ പോണോ? അറിഞ്ഞുകൊണ്ട് കറണ്ടിൽ വിരലിട്ടാലും അത് മാത്രം ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഏയ് സുധാ, വാടാ. എടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഒരു ഫുള്ളിന്റെ റേറ്റ് ആ ക്വാർട്ടറിന്. എടാ സുധാ, ഞാൻ അതൊക്കെ വിട്ട് 3 ദിവസമായടാ. ഓ മാഡം, ഇതെന്റെ ഫ്രണ്ടാണ്. ഹായ്. ആരെയും പരിചയപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. ഇവനോ? ഇവൻ ജനിച്ചോണ്ട് നിങ്ങൾക്ക് ചേട്ടനെ സാരമില്ല, കൊടുത്തോളൂ. ഹായ്. ഞങ്ങള് കുട്ടിക്കാലം മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സാ. എടാ സുധാ, നിന്നെ എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞെന്നറിയോ? ബില്ലടയ്ക്കാനാണോ? അല്ലല്ലല്ലല്ലല്ല. എടാ സുധാ, മാഡം 1 മിനിറ്റ്. വാടാ ബുദ്ധിയില്ലാത്തവനെ. എടാ മണ്ട, വരുന്ന വഴിയില് ബാറിൽ കണ്ടതാ. 1+1 ഓഫർ ഉണ്ടെടാ. എടാ, ആ 1 നീ വാങ്ങിച്ചോ, +1 ഞാൻ കുടിച്ചോളാം. പ്രോമിസ്. എടാ, എന്റെ സാലറി 1 ലക്ഷം രൂപയാടാ. ഇതുപോലെ മാസത്തിൽ 10-15 പ്രാവശ്യം നടക്കും. എടാ, ഇനി എന്തൊക്കെ അപമാനം ഉണ്ടായാലും നീ നിന്റെ തനിസ്വരൂപം കാണിച്ച് ജോലി മാത്രം കളയലടാ. ഓക്കേടാ. ആ മാഡം, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. നീ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഡെഫിനറ്റ്ലി മാഡം. ബൈക്ക് അവന്റെ. ഹാപ്പി ജേണി. ബൈഡാ. എടാ അളിയാ, മെട്രോയിൽ പോകാനുള്ള പൈസ. ഓ എടാ, എന്റെ അടുത്തും ഇല്ലടാ. ഞാൻ തരട്ടെ. അതൊന്നും വേണ്ട മാഡം. നീ ഒരു കാര്യം ചെയ്യ്, മെട്രോയിലേക്ക് പോയിട്ട് എന്റെ പേര് പറഞ്ഞ് ടിക്കറ്റ് വാങ്ങിച്ചോ. ബൈ. ഓക്കെ ബൈ. മെട്രോയിൽ നിന്റെ പേര്? മെട്രോയിൽ പോയിട്ട് നിന്റെ പേര്. വെറുതെ ഓരോ കാരണം പറഞ്ഞത് മതി അച്ഛാ. അച്ഛൻ എന്ന് വരുമെന്ന് പട്ടാഭി പറഞ്ഞതുകൊണ്ട് രാവിലെ തൊട്ട് എങ്ങോട്ട് പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ അച്ഛനെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പോലും അച്ഛൻ ഓർമ്മയില്ലല്ലോ. ഈ ഇയറിൽ അച്ഛൻ എന്റെ കൂടെ സ്പെൻഡ് ചെയ്തത് വെറും 11 ദിവസം മാത്രം. മാസത്തിൽ 1 ദിവസം പോലും ഇല്ല. അതും വല്ല ജോലിക്കാര്യത്തിന് വേണ്ടിയായിരിക്കും, എനിക്ക് വേണ്ടി ആയിരിക്കില്ല. അമ്മ മരിച്ചപ്പോ തന്നെ ഞാനും കൂടെ മരിക്കേണ്ടതായിരുന്നു അല്ല അച്ഛാ. എന്തെങ്കിലും പറയച്ചാ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. ആരാ നിങ്ങള്? ഇതാരാ അയച്ചത്? എന്താ സാർ, സാറ് പറഞ്ഞില്ലേ? എന്താ സാർ ഷോക്കായേ? ഒന്ന് പറയേ. മാഡം, 1 മാസമായിട്ടേ നിങ്ങളുടെ അച്ഛനെ വരുവോ വരില്ലേ എന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു. സാർ, ഉച്ചയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞല്ലേ സാർ, മസ്താൻ സിവിൽ സപ്ലൈസ് ഓൾവേസ് ഓൺ ടൈം സാർ. നിങ്ങൾ വാങ്ങിച്ചോളൂ മാഡം, വാങ്ങിച്ചോളൂ. അറിഞ്ഞിട്ട് പോലും അച്ഛൻ എന്താ വിഷയാഞ്ഞ്? സർപ്രൈസിന് വേണ്ടി സർപ്രൈസ്. ഇതിലെന്താണ് അച്ഛാ? അതും സർപ്രൈസ് അല്ലേ? ഓപ്പൺ ചെയ്ത് നോക്ക്. ഹേ ചിത്ര, വാ വാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. നമസ്കാരം അങ്കിൾ. നമസ്കാരം. സുഖാണല്ലോ അല്ലേ? സുഖമാണ് അങ്കിൾ. നമുക്ക് അകത്ത് പോവാം. 10 നിമിഷം പോലും എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. നീ എന്തോ ഒരു പെട്ടി എടുത്തോണ്ട് വന്നു. അവളോട് എന്തോ ഒന്ന് പറഞ്ഞു. ഉടനെ അവൾ എന്നോട് ക്ഷമിച്ചില്ലേ? ശരിക്കും ആരാ നീ? പറ. സർ, ഞാൻ മാഡത്തിന്റെ കമ്പനിയിൽ ജോലിയാണ് സർ. അവരുടെ കൂടെ വന്നതാ. നിങ്ങളുടെ രണ്ടുപേരുടെ വഴക്ക് നിൽക്കാനായി മാഡം കൊണ്ടുവന്ന ഗിഫ്റ്റ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്തായാലും നീ വലിയൊരു സഹായം ചെയ്തത്. പകരം ഞാൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ?
വാ നമുക്ക് സ്മോൾ അടിക്കാം. അയ്യോ താങ്ക് യു സർ. ലേഡീസിന് മുമ്പിൽ കുടിക്കാറില്ല സർ. സാരമില്ല വാടോ. സർ വീണ്ടും ഒരു പ്രാവശ്യം വിളിച്ചാൽ തീർച്ചയായിട്ടും വരും സർ. വേണ്ട സർ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നിൽക്കുന്നേ, നിന്റെ നമ്പർ പറ. ഇതാണ് സർ, ബാലുന്ന് സേവ് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിന്റെ അച്ഛനും അമ്മയും വിളിക്കുന്നതിന് മുമ്പ് എന്നെ വേണം നീ വിളിക്കാൻ, കേട്ടല്ലോ? ശരി സർ. ശരി ശരി, ഞാൻ പുറത്തുണ്ടാവും സർ. ആന്റി, അവൻ കാണിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ? എടാ, നന്ദിയുടെ കാതില് വേണ്ടത് ചോദിക്കല്ലേ ചെയ്യാ, നീ എന്തോടാ കേക്കുന്നേ? ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. റിപ്ലൈ എന്തെങ്കിലും കിട്ടുന്നു? മാഡം ഹായ് മാഡം. ഹായ് ബാലു. മാഡം എന്താ ഇവിടെ? ഇതെന്ത് സെൻട്രൽ ജയിലാണോ? കുറ്റം ചെയ്തവര് മാത്രം വരെ? നവഗ്രഹം പ്രദക്ഷിണം ചെയ്യാൻ വന്നതാ. ഏതാടാ ഈ പെണ്ണ്? ഞാൻ ഇവരുടെ കമ്പനിയിലാ ജോലി ചെയ്യുന്നത്. അതെ, പാവക്കുട്ടിയെ പോലുണ്ട്. പേരെന്താ മോളെ? ചിത്ര ആന്റി. മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അയ്യോ ഇല്ല ആന്റി. ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഇല്ല ആന്റി. അപ്പൊ എന്റെ മോനെ കല്യാണം കഴിക്കോ? പറ മോളെ. എല്ലാം വളരെ പെട്ടെന്നാണല്ലോ. സ്വന്തം മകന്റെ മനസ്സമ്മയ്ക്ക് അറിഞ്ഞൂടെ? നല്ല സ്വഭാവ, കാണാനും സുന്ദരനാ. ഒരു ചെറിയ ചീത്ത സ്വഭാവം പോലും ഇല്ല. ഒരു അമ്മയുടെ സ്നേഹം. നിന്നെ പൊന്നു പോലെ നോയിക്കോളും മോളെ. മാസം 2 ലക്ഷം സമ്പാദിക്കുന്നുണ്ട്. ഇതും അമ്മ സ്നേഹമാടാ. ബെസ്റ്റ് ശമ്പളം തരുന്ന ആളോടെ പറയുന്നത്. വളരെ നന്നായിട്ട് ഇംഗ്ലീഷും സംസാരിക്കും. ഇവിടെ സൺഷൈൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആവൻ. ഇത് നിനക്കുള്ളതല്ല, നിന്റെ ഏട്ടനുള്ളതാ. ബന്ധം മാറ്റാൻ നോക്ക. ഞാൻ അവളെ സ്നേഹിക്കാമേ. പോടാ, ഞാൻ വിശ്വസിക്കില്ല. നീ പറയുന്നത് നോണേ. അമ്മ എനിക്ക് സത്യമായിട്ട് അവളെ ഇഷ്ടമാണ്. അത് നീ അവളോട് പറഞ്ഞോടാ? അപ്പൊ തന്നെ ഞാൻ നന്ദിയോട് പറഞ്ഞത്. ഞാൻ പോയി സംസാരിക്കാൻ കാണിക്കുന്നു. ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. നിങ്ങൾ പണിയാൻ പോവാണോ സാറേ? എനിക്കൊന്നുമല്ല, ഒരു ജപ്പാൻകാരൻ നോക്കാൻ പറഞ്ഞത്. ഇവിടെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. 7000-ലും ആളുകൾക്ക് ജോലി സാധ്യതയുള്ളതാ. പറഞ്ഞു വന്നാ ഒരു 30,000 കുടുംബങ്ങളുടെ പട്ടിണി മാറും. ചെയ്തേക്ക് സാർ. എന്റെ കൺമുമ്പിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് സാർ. സാറ് ചെയ്തേക്ക്. അതിനുള്ള ശ്രമത്തിലാ. പക്ഷെ എതിർപ്പുകളുണ്ടല്ലോ. ആരാ സാർ? സിംഗാറെഡ്ഡി ഒരു മൂർഖനാ. മൈനുകൾ വലുതാക്കി ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കയ്യേറിക്കൊണ്ടിരിക്കുക. അവസാനം സർക്കാർ തൊഴിൽ സ്ഥാപനം തുടങ്ങാൻ അനുവദിച്ച ഭൂമിയിൽ കൈവച്ചു. അക്കാര്യത്തിൽ മിനിസ്റ്ററോട് പരാതിപ്പെട്ടപ്പോ, നീ അതിര് കടന്ന് ആക്രമിച്ച തുരങ്കങ്ങളെയും അമ്പലങ്ങളെയും കുറിച്ച് എൻക്വയറി ചെയ്യാൻ വേണ്ടി ഒരു വലിയ പുസ്തകം തന്നെ എഴുതി അയച്ചിട്ടുണ്ട് അവൻ. നിന്റെ MLA. ഇവൻ എന്റെ അളിയനാ. തുരങ്കങ്ങളൊക്കെ ഇവന്റെ പേരിൽ എഴുതി വെച്ചേക്ക്. ഇതുവരെ സമ്പാദിച്ചൊക്കെ മതി. മാറിപ്പോ. മൈനുകളുടെ കാര്യത്തിൽ തലയിട്ടതിന് അയാളുടെ അളിയനെ 2ആയി മുറിച്ച് കൊലപ്പെടുത്തി. അവനൊന്നൊരു മനുഷ്യനെയല്ലേ സാർ. തട്ടിയേക്കാം, അവനെ കൊന്നേക്കാം സാർ. കൊന്നുകളയാം. എന്റെ ആ ശത്രു എന്റെ സ്വന്തം മരുമകൻ. അവനെ നേരെയാക്കാൻ ശ്രമിക്കാമെന്നല്ലാതെ കൊല്ലാൻ കഴിയില്ലല്ലോ. ആ കുട്ടി അവന്റെ ദേഹോപദ്രവം കൂടിയപ്പോ വേദന സഹിക്കാനാവാതെ ഒരു ദിവസം വീട്ടിലേക്ക് കയറി വന്നു. എന്താ പറ്റിയത്? ചോദിച്ചു ചിറ്റപ്പൻ എവിടെയാണ്? അദ്ദേഹം അകത്തുണ്ട് മോളെ. മോളെ പാർവതി, എന്തു പറ്റി മോളെ? ഒന്നും അറിയാത്ത പോലെ ചോദിക്കില്ല ചിറ്റപ്പ. എന്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്താ നിങ്ങൾ അത് മറയ്ക്കാനും നിങ്ങൾ തടയാൻ വേണ്ടിയാ എന്നെ ഈ തരത്തിൽ ഉപദ്രവിച്ചത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ കൈകൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചേ. ആ കൈകൊണ്ട് എന്റെ സിന്ദൂരം മായ്ക്കാനാവില്ലെന്ന് എനിക്കറിയാൻ ചിറ്റപ്പ. എന്റെ ഭർത്താവ് ചെയ്യുന്ന ദ്രോഹത്തിന് പല്ലും കടിച്ച് ഞാൻ എല്ലാം സഹിക്കുകയായിരുന്നു. നിങ്ങൾ ആർക്കാണോ ആ ഫയൽ അയച്ചത് അവർ തന്നെ അത് എടുത്തോണ്ട് വന്ന് കാൽക്കയിൽ വെച്ചിരിക്കുന്നു. ആ ക്വാറിയുടെ കാര്യം വിട്ടേക്ക് ചിറ്റപ്പ. വീണ്ടും അടി വാങ്ങി തിരിച്ചു വരാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ എത്ര വലിയ ആളായിട്ടെന്താ? അവളുടെ ആ കണ്ണീര് കണ്ടിട്ടും
എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഒരു പെണ്ണിനെ നടുവിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ എന്റെ കാഴ്ചയിൽ കുറച്ച് ഇറങ്ങിയതുപോലെ തോന്നുന്നു സാർ. അവനെ കൊന്നളഞ്ഞേക്ക് സാർ. എന്തിനാ സാർ ചിരിക്കുന്നത്? മതി മതി മതി. അതെങ്ങനെ സാർ വിടാൻ പറ്റുമോ? കൈ കാണിച്ചേ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ, വാക്ക് കൊടുക്കരുത്, കൊടുത്താൽ പാലിക്കണമെന്ന്. ഇത് നല്ലോണം ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങൾക്ക് ശല്യമായി നിങ്ങളുടെ മരുമകൻ വന്നാലും കാലൻ വന്നാലും ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നാലും നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും അത് ഞാൻ തീർത്തു വെക്കും സാർ. ഇതെന്റെ വാക്കാണ്. എന്നെക്കാളും ഇവക്ക് അത് ചേരുന്നത് അല്ലേ? ഗീതേ, അമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. ഇതാണോ നീ ഇവളെ പഠിപ്പിക്കുന്നത്? മോള് പോയിക്കോ. ശരി. ഹാപ്പി ബർത്ത്ഡേ ഗീത. എന്നാ ഇത് അമ്മയ്ക്ക്. സാറിനോട് താങ്ക്സ് പറഞ്ഞു. സാറിനൊന്നും വിളിക്കണ്ട, ചേട്ടനെ വിളിക്കും. എന്തു പറ്റി? സാറ് നുള്ളിയതാ ചേട്ടാ. എന്തിന്? ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും നുള്ളുവാ ചേട്ടാ. സ്കൂളിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും ഒരു അടവ് പറഞ്ഞുകൊണ്ടിരിക്കും. ശരി അമ്മ, അകത്ത് പോയി ഡ്രസ് ഇട്ട് നോക്ക്. പാകമായില്ലെങ്കിൽ വേറെ വാങ്ങിച്ചിട്ട് വരാം. ശരി, വാ. അവൻ മനുഷ്യനാണോ മൃഗമാണോ? കയ്യില് മാത്രമല്ലടാ ആ വൃത്തികെട്ട നാറി ദേഹം മുഴുവൻ മാന്തി പറിച്ചു വെച്ചിരിക്കുക. തൊടാൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും. ചിച്ചി, പാവം ആ കുഞ്ഞിതൊക്കെ എങ്ങനെ സഹിച്ചു ആവോ? May I come in, sir? Come in. എന്താ ലേറ്റ് ആയേ? ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു സർ. ബർത്ത്ഡേ ആണെങ്കിൽ ലേറ്റ് ആയിട്ടാണോ വരിക? വാ, അടുത്തേക്ക് വാ. ബർത്ത്ഡേ ആണെങ്കിൽ ലേറ്റ് ആയിട്ടേ വരൂ. സർ സോറി സർ. വേദനിക്കുന്നു സർ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ലേറ്റ് ആയിട്ട് വരുമോ? ഇനി എങ്ങാനും വൈകി വന്നാ. ഹലോ എടാ, നീ പെട്ടെന്ന് കോർപ്പറേറ്റഡ് നമ്പർ ഒന്ന് അയച്ചേ. എന്താടാ പറ്റിയത്? അങ്കിൾ, FIR ഇനി എഴുതിയിട്ടില്ല. വരൂ. സാർ, ബാലുവിന്റെ അച്ഛനാ. നമസ്കാരം സർ. ഐ എം സുന്ദർ രാമൂർത്തി, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ഇരിക്കൂ. താങ്ക് യു. അവൻ എൻ്റെ മോനാ സർ. സാറിപ്പോൾ FIR എഴുതരുത്, അവൻ്റെ ഫ്യൂച്ചർ സ്പോയിലാകും സർ. ഒരു സ്കൂൾ ടീച്ചറിന്റെ കൈ വെട്ടിട്ട് വന്നിരിക്കുക. അങ്ങനെയുള്ളവന്റെ പേരിൽ FIR ഇടാതെ വേറെ എന്ത് ചെയ്യാനാ പറയുന്നത്? തെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് ശരിയാണോ? സർ, അവൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ ബസ്സിൽ അവൻ്റെ മുൻ സീറ്റിലിരിക്കുന്ന പെൺകുട്ടി പീരിയഡ്സ് കാരണം വിഷമിക്കുകയായിരുന്നു. അവൻ്റെ ഷർട്ട് അഴിച്ചു കൊടുത്തിട്ട് ചേച്ചി ഇത് ധരിച്ചിട്ട് വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നിന്റെ ഷർട്ട് എവിടെയാടാന്ന് ചോദിച്ച് നല്ല 2 അടി വെച്ചു കൊടുത്തു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് അവൻ്റെ ഷർട്ട് കൊണ്ടുവന്ന് ഇവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്ര ചെറുപ്പത്തിലെ സംസ്കാരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് താങ്ക്സ് പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് സാർ ഞങ്ങൾ അവനെ വളർത്തിയത്. അറിയാത്ത പ്രായത്തിൽ പോലും ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിച്ചവൻ പാഠം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയെങ്കിൽ ഉറപ്പായും തെറ്റ അധ്യാപകന്റേതായിരിക്കും സാറേ. സ്കൂൾ മാനേജ്മെന്റ് എവിഡൻസ് എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. സോറി, സാഹചര്യം മനസ്സിലാക്കണം പ്ലീസ്.
വെട്ടിയവർക്ക് പോലും ജാമ്യം കിട്ടുന്നു. ഇതിപ്പോ കയ്യല്ലേടാ, പേടിക്കാതിരി. സർ, CCTV ഫുട്ടേജ്. ഇരിക്കൂ. കംപ്ലൈന്റ് ഫയൽ ചെയ്യൂ. ഇതിലൊരു സൈൻ ഇടൂ. നമ്മുടെ സ്കൂളായിരുന്നെന്ന് അറിഞ്ഞില്ല. കേസും ഒന്നുമില്ല. മാഡം, നിങ്ങൾ പോയിക്കോ. മാഡത്തിന്റെ അച്ഛൻ. ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ പോയിക്കോ. ശരി, നിങ്ങളാരാ? ഞങ്ങളുടെ ചെയർമാന്റെ മോളാ. വരൂ ആന്റി. ഓ അങ്കിൾ, വാ ബാലു. കുഴപ്പമൊന്നുമില്ല, വരൂ. കം. മാഡം, താങ്ക് യു മാഡം. സാരമില്ല ബാലു. ബാലു, നിന്റെ അച്ഛൻ നിന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടപ്പോ എന്ത് രസമായിരുന്നെന്നറിയോ? എനിക്ക് നിന്നെ വളർക്കണമെന്നുണ്ട്. വാ, എന്റെ വീട്ടിൽ വാ. എന്റെ അമ്മ സമ്മതിക്കില്ല മാഡം. നിന്റെ അമ്മയ്ക്ക് നിന്റെ ചേട്ടനില്ലേ? പക്ഷേ എനിക്ക് എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഒരു നല്ല ദിവസം നോക്കിയിട്ട് നിങ്ങൾ എന്നെ എന്റെ വീട്ടിൽ വാ. ലൈഫ് ലോങ് എന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. ലൈഫ് ലോങ് താമസിക്കാം. നിങ്ങളായിരുന്നോ? അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോയിക്കോ. അകത്ത് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? അതാരാ? ഏതെങ്കിലും LKG ബാച്ച് ആയിരിക്കും. വാ, നമുക്ക് പോവാം. അമ്മ ഒന്ന് പറയാമ്മ. നിന്റെ മാഡം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മാഡം വന്നതിന് എന്നെ എന്തിനാ പുറത്താക്കുന്നേ? നിന്റെ ചേട്ടനും ആ പെൺകുട്ടിയും സംസാരിച്ചോണ്ടിരിക്കുക. അവർക്കിടയിൽ നമുക്ക് എന്താ കാര്യം? അമ്മ ഒരാള് മതി. മാറ്. ഹായ് മാഡം. മാഡം എന്താ ഇവിടെ ചെയ്യുന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ബാലു. ഈവനിങ് പാർട്ടി ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വരണം. മാഡത്തിന് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. നീ ആദ്യം ബർത്ത്ഡേ വിഷ് ചെയ്യ്. ഹാപ്പി ബർത്ത്ഡേ മാഡം. താങ്ക് യു. അതൊന്നുമില്ല ബാലു, ഇതെന്റെ അച്ഛന്റെ കൂടെ ലാസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. എന്ത് പറ്റി? അങ്കിളിന് ഹെൽത്തിന് വല്ല പ്രോബ്ലം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ അങ്കിൾ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് മുമ്പ് അവള് കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോകുമെന്ന് അർത്ഥം. ഓഹോ. ശരി ബാലു, ഈവനിങ് പാർട്ടിയിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരണം. സുദർശൻ, നീ. ഞാൻ പോയിട്ട് വരാം ആന്റി. ബൈ. ബൈ. അപ്പൊ ശരി. സൂക്ഷിച്ചു പോമോളെ. അമ്മേ, എന്റെ ബ്ലൂ കളർ ബ്ലേസർ റെഡിയാക്കി. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. ഞാൻ റെഡിയാക്കാൻ പറഞ്ഞത് എന്റെ മെഡിക്കൽ കോൺഫറൻസിന് വേണ്ടിയാ. ചേട്ടനായി പോയില്ലേ, അതുകൊണ്ട് വെറുതെ പറഞ്ഞു വെച്ചതാ. കോൺഫറൻസ് സൂക്ഷിക്കണേ. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാ പ്ലാൻ ഇട്ടിരിക്കുന്നത്? നല്ല ഡിസ്കൗണ്ടിൽ ഒരു റൈസ് കുക്കർ വാങ്ങിച്ചു കൊടുക്കാൻ. എന്തിനാടാ? കൊതുകിനടിക്കുന്ന ബാറ്റ് വാങ്ങിച്ചു കൊടുക്കാടാ. അതാണെങ്കിൽ വളരെ തുച്ഛമായ വിലയല്ലേ? അത് കറക്റ്റാ. എങ്ങനെയാടാ നീ എന്റെ ഫ്രണ്ട് ആയത്? ബുദ്ധിയില്ലാത്തവന്. അമ്മ. എന്താടാ? അതായത് ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മേനെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ. ഇങ്ങോട്ട് വാ. എന്റെ സ്വർണ്ണൊന്നും ഞാൻ തരില്ല. ഞാനൊന്നും തരില്ല. തരില്ലെന്ന് പറഞ്ഞില്ലേ? മിണ്ടരുത്. പറഞ്ഞില്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മാഡം, ഗിഫ്റ്റ്. എന്താ ഗിഫ്റ്റ് തന്നിട്ട് അങ്ങ് തിരിച്ചു പോകാന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. സ്റ്റേജിൽ കയറി കേക്ക് ഫീഡ് ചെയ്ത് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്ത് അതിനുശേഷം ഗിഫ്റ്റ് തന്ന് ഡിന്നർ കഴിച്ചിട്ട് പോയിക്കോ. തീർച്ചയായിട്ടും. മാഡം, നിങ്ങൾ എത്ര സുന്ദരിയാണെന്ന് പറയാൻ കൊതിയാവുന്നു. പക്ഷേ അത് പറയാനും മാത്രം വാക്കുകൾ എനിക്കറിയില്ല. ഒരു വാക്കുപോലും കിട്ടുന്നില്ല. സാരല്ല ബാലു, നിന്റെ കണ്ണതൊക്കെ പറയുന്നുണ്ട്. രാത്രി കുത്തിയിരുന്ന് എഴുതിയതാണോ? അല്ലടാ, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോ അത് ഒരു ഫ്ലോയിൽ വരുന്നടാ. ഫ്ലോ. 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 ഹാപ്പി ബർത്ത്ഡേ ടു യു. Hi, I'm really happy this evening. എൻ്റെ മകളുടെ ബർത്ത്ഡേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. രാഹുൽ, ഹീസ് രാഹുൽ, ഹംസിനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO, എൻ്റെ ഭാവി മരുമകൻ.
ഇത്? അവനാണ് നമ്മുടെ സ്കൂൾ ടീച്ചറുടെ കൈ വെട്ടിയത്. അവർ രണ്ടുപേരും ഇഷ്ടത്തില അങ്കിൾ. നീ എനിക്കൊരു ഷോക്ക് തരുന്നതിന് മുമ്പ് ഞാൻ നിനക്കൊരു സർപ്രൈസ് തന്നേ ഉള്ളൂ മോളെ. ഗുഡ് ലക്ക് ടു യു. അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഇത്? ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണം മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവും ഞാൻ. അങ്ങനത്തെ ഞാൻ ഈ അനൗൺസ്മെന്റ് കേട്ട് പേടിക്കുന്നാണ് അമ്മ വിചാരിച്ചത്. അച്ഛന്റെ ഇതുപോലത്തെ ഇല്ലീഗൽ ബിസിനസ് ഒന്നും ഇഷ്ടമില്ലാത്തോണ്ടല്ലേ ഞാൻ തനിയെ എനിക്കൊരു കമ്പനി വെച്ച് നടത്തുന്നത്. അച്ഛന്റെ പണം പോലും ഞാൻ തൊടില്ല. എന്നിട്ട് വേണം അച്ഛൻ പറയുന്ന ചെറുക്കനെ ഞാൻ കേട്ടെ. ചിത്രേ, ചിത്രേ, നമുക്ക് തൽക്കാലം ഇവിടുന്ന് പോകുന്ന നല്ലത്. വാ. എടാ നിക്കടാ, ചിത്രയോട് പറഞ്ഞിട്ട് പോവാടാ. അവള് വിഷമിക്കൂടാ. എടാ നിനക്കെന്താ? എനിക്ക് വേണ്ടിയടാ, പ്ലീസ്. എങ്ങോട്ടാടാ പോകുന്നേ? ചിത്രയോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി. ഞാനെങ്ങാനും നിന്റെ ചിത്രയോടൊപ്പം കണ്ട വച്ചേക്കില്ല ഞാൻ. രാഹുൽ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇവർക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഒന്ന് ഞൊടിച്ചാ പോകാനുള്ളതേ ഉള്ളൂ നിന്റെയൊക്കെ ജീവൻ. ആ നിനക്ക് ഞാൻ എന്റെ മകളെ തരണോ അല്ലേ? അച്ഛാ, ബാലുവിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വന്നത്. ബാലു, ഐ എം റിയലി സോറി. നീ പോയിക്കോ, നമുക്ക് നാളെ സംസാരിക്കാം. സാരമില്ല മാഡം, ഒരേ ഒരു മിനിറ്റ്. അല്ല, എന്താ നേരത്തെ എന്തോ പറഞ്ഞില്ലേ, ഒന്ന് ഞൊടിച്ചാൽ മതി ജീവൻ പോകുന്നൊക്കെ. അത് നിങ്ങൾ ചെയ്യും, അതോ ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടി വരുമോ? അങ്കിളെ, നിങ്ങളുടെ പുറകിലെ ചിലപ്പോൾ ഇത്രയും വലിയ പട്ടാളം വേണ്ടി വന്നെന്നിരിക്കും. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തേ, ഒരു കൈ നോക്കിയാലോ? എടാ അളിയന്മാരെ, വേണമെങ്കിൽ ഞാൻ ഞൊടിക്കാം. നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? അച്ഛൻ മരിച്ചുപോയി. വാ, നാട്ടിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ? എന്റെ അച്ഛൻ പുറകിലല്ലേ നിൽക്കുന്നേ? ഇങ്ങനെ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് നിന്റെ അച്ഛനല്ല, നീ ഞങ്ങളുടെ മകനുമല്ല. ഞങ്ങള് നിന്നെ വളർത്തി, അത്രേ ഉള്ളൂ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? കാളീശ്ശേരി റെഡ്ഡിയുടെ മകനാണ് നീ. നീ തീർച്ചയായും വരണം മോനെ. ഇപ്പൊ ഒരുപാട് സമയമില്ല, നീ പോയിട്ട് വാ. നീ തിരിച്ചു വന്നിട്ട് ഞാൻ എല്ലാം വിവരമായിട്ട് പറയാം. അമ്മ പറയുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല. അമ്മ മറുത്തൊന്നും പറയാതെ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാനാണ് സത്യം. ഒരു നല്ല കാര്യം നടക്കുന്ന സ്ഥലത്ത് പൊലയോട് ഞങ്ങൾ വന്നിരിക്കുക. ആ പൊല നിങ്ങൾക്കാകാതിരിക്കാൻ വേണ്ടിയാ നിന്നെയും നിന്റെ ആൾക്കാരെ ഒന്നും ചെയ്യാതെ പോകുന്നത്. നീ കൂടെ ചെല്ല.
മനസ്സിലാക്കണം. നീ ജനിച്ച സമയത്ത് നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോ അവര് സഞ്ചരിച്ച കാർ ആക്സിഡന്റായി. നിന്റെ അച്ഛൻ കോമ സ്റ്റേജിലേക്ക് പോയി. നിന്റെ അമ്മ മരണത്തോട് മല്ലടിച്ചു കിടന്നു. ഇത് ഒരു ആക്സിഡന്റ് അല്ല, എന്റെ ഭർത്താവിനെയും ജനിച്ചു വീണ എന്റെ മകനെയും കൊല്ലാനായി ചെയ്ത ചതിയായിരുന്നു. ആ പേടിയോടുകൂടി നിന്നെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് അതറിയാം. എന്റെ അടുത്ത് സത്യം വാങ്ങിച്ചിട്ട് തന്റെ ബാല്യകാല സ്നേഹിതരുടെ അടുത്ത് നിന്നെ ഏൽപ്പിച്ചിട്ട് മടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്റെ അമ്മയോടൊപ്പം നീയും മരിച്ചുപോയതായി ഞാൻ കള്ളം പറഞ്ഞു. ഇവിടെ രണ്ടു കൂട്ടരാണുള്ളത്. ഒരു സൈഡിൽ അന്യായവും അരാജകത്വവും, മറ്റൊരു സൈഡിൽ അത് എതിർക്കാൻ വേണ്ടി നിന്റെ അച്ഛനും. ആദ്യം നീ നിന്റെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഒരു ദിവസം റായലപ്പേട് സ്ഥലത്ത് സെങ്കാറെഡ്ഡിയുടെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഞാനൊന്ന് ചെയ്യാം. നാളെ സംശയമുള്ള ആൾക്കാരെ സ്റ്റേഷനിലേക്ക് വരുത്താം. മോൾക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താടോ, അവളെ നശിപ്പിച്ചത് ആരാണെന്ന് അവള് തന്നെ വന്ന് കാണിച്ചു തരണം. എന്തിനാടോ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത്? കേസൊന്നും വേണ്ട, വയ്ക്കോ. പട്ടാപ്പി, ഇവരോട് പോകാൻ പറയാം. വേഗം പോവാൻ നോക്ക. മോളി തോർത്ത് വിഷമിക്കൊന്നും വേണ്ട. സ്വന്തം സമ്മതമില്ലാതെ എങ്ങനെ സംഭവിച്ച ലേവാക്ഷി കോയിലിലെ ഭദ്രകാളിയെ പോലെ പുണ്യവതിയായിരിക്കുന്നുവെന്നാണ് അർത്ഥം. മഹാകാളീശ്വര റെഡ്ഡി ഞങ്ങൾക്ക് അന്യായം ചെയ്തെന്ന് അവിടെ ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം ചെല്ലുമോളെ. നിനക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുമോ കുട്ടി? പട്ടാപ്പി, ഇത്രത്തോളം ആലോചിക്കുന്ന നിന്റെ അച്ഛൻ ഒരേ ഒരു തെറ്റ് ചെയ്തു. പക സ്നേഹമായി മാറിയാൽ നാടിന് നല്ലതാണെന്ന് കരുതി എന്റെ മോളെ സെങ്കാറെഡ്ഡിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്ത്രീധനമായിട്ട് മൈനിങ് കമ്പനി നൽകി. ഗ്രാമത്തിന്റെ എതിരിലുള്ള തുരങ്കങ്ങളും അവിടെയുള്ള അമ്പലങ്ങൾ വരെ കുഴിക്കാൻ തുടങ്ങി. അമ്പലത്തിലേക്ക് ആൾക്കാർ വന്നാൽ ഞാൻ ചെയ്യുന്ന അന്യായങ്ങൾ എല്ലാവരും അറിയുമെന്ന് കരുതി ആ സ്ഥലം തന്നെ അടച്ചുപൂട്ടി. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുരങ്കത്തിലുള്ള ജോലിക്ക് ചേർത്തു. ജോലിക്ക് ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് കൊച്ചു കുട്ടികളെ വെച്ചാണ് അത് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ പണിയെടുപ്പിച്ച് സമ്പാദിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇനി അത് വേണ്ട. അതൊന്നും ചെയ്യാൻ പറ്റില്ല മാമ. സ്ത്രീധനമായി ഈ മൈൻ ഞാനാ നിനക്ക് തന്നത്. അത് തിരിച്ചു വാങ്ങിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത്. മതിയാക്ക. നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ നിന്റെ അച്ഛനും ആക്സിഡന്റ് ആയെന്നാണ് തോന്നുന്നത്. സത്യം എന്താണെന്ന് ആ ദൈവത്തിന് മാത്രമേ അറിയാവൂ. അവർക്ക് രണ്ടുപേർക്കും നടന്നത് ആക്സിഡന്റ് ആണോന്ന് അറിയുന്നതിന് മുൻപ് തന്നെ എന്നെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അയച്ചേക്ക്. ഇവന്റെ അച്ഛന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്ക. വരൂ, കാണിച്ചു തരാം. അമ്മേ, നന്നായിട്ട് നോക്കമ്മേ. ഞാൻ ഏതെങ്കിലും അദാനിയുടെയോ അംബാനിയുടെയോ മോനായിരിക്കും. എന്നെ എടുത്തു വളർത്തിയതാണോ അമ്മേ? അച്ഛനും ഞാനുമായിട്ട് ഒരു സാമ്യമില്ലല്ലോ.
ശരിക്കൊന്ന് ഓർത്തു നോക്കമ്മേ. എനിക്കിനി ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല അമ്മേ. അമ്മയൊന്ന് ശരിക്കും ഓർത്തു നോക്കമ്മേ. എന്തോടാ ഈ പിച്ചിമ്മയും പറഞ്ഞു? കോഫി എടുത്തു. അർദ്ധരാത്രി വിളിച്ചെഴുന്നേപ്പിച്ച് കോഫി വേണമെന്ന് ചോദിക്കുന്നോടാ മരത്തലയാ. രാവിലെ 5 മണിയായി. ഞങ്ങളുടെ മുതലാളി ദിവസേന ഈ സമയത്ത് ആ കാപ്പി കുടിക്കുക. നിങ്ങൾക്ക് ആ ശീലം ഉണ്ടാവുമെന്ന് വിചാരിച്ചത് നിനക്ക് കൊണ്ടാ. വേറെയും കുറച്ച് ശീലങ്ങളുണ്ട്. പോടാ ചുമ്മാരടാ. പുതിയ സ്ഥലമല്ലേ, ഉറക്കം വരുന്നില്ല. നീ ഇങ്ങോട്ട് വാ. കാപ്പി പോ. കോഫി കൊണ്ടുവരാൻ കൊണ്ട് നേരം. എന്താടാ ഇത്? വേപ്പിന്റെ ഇല കാപ്പിയാണ്. മുതലാളി ദിവസേന ഇതേ കുടിക്കൂ. ശക്തി നോക്കിയ ശക്തി, എനിക്കും അദ്ദേഹത്തിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആദ്യം തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവും. ഞങ്ങളുടെ മുതലാളിയും ഇതേപോലെയാ കുടിക്കുക. എടാ സുധാ, ഈ ഭൂമിയിലെല്ലാരും വെള്ളം ഇങ്ങനെ തന്നെ അല്ലടാ കുടിക്കുക. നീ വെള്ളം മൂക്കിലൂടെയാണോ കുടിക്കുന്നത്? നിങ്ങൾ രാത്രി ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. ടിഫിൻ റെഡി ആയിരിപ്പുണ്ട്. വരൂ, വന്ന് കഴിക്കൂ. അയ്യോ മതി വല്യമ്മ. കുറച്ച് ഈ പ്ലേറ്റിലേക്ക് വിടാട്ടോ. കഴിക്കും മോനെ, മതിയമ്മ. കഴിക്ക്. ചേച്ചി, ചെറിയമ്മയോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇന്നലെ തുടങ്ങിയ കരച്ചില. ഇതുപോലത്തെ സമയത്ത് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. അദ്ദേഹം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ വർഷത്തിൽ 11 നാളാണെങ്കിലും എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അധികമല്ലേ. നമുക്ക് ഹൈദരാബാദിൽ നല്ലൊരു ഫാമിലി ഉണ്ട്. അമ്മ, അച്ഛൻ, ചേട്ടൻ. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് പെൺകുട്ടികളെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ പൊന്നുപോലെ എൻ്റെ അമ്മ നോക്കിക്കോളും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നേക്കും. വേറെ എങ്ങനെ സമാധാനം പറയണമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. പ്ലീസ് ഒന്ന് വന്ന് കഴിക്കേ. ഇങ്ങോട്ട് വാടാ. ആ ചേട്ടാ, ഞങ്ങൾ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ഒരു മിനിറ്റ്, ഇത് കയ്യിൽ വെച്ചോളൂ. എന്തിന്? പുറത്ത് പോവല്ലേ, ചെലവിന് പൈസയുടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ. അതൊക്കെ ഞങ്ങൾ എടുത്തുണ്ടേട്ടാ. വാടാ. സത്യേട്ടാ, ആ കണക്കങ്ങ് തീർക്കുകേട്ടാ. അത് കുറെ നാളായിട്ട് വെച്ചോണ്ടിരിക്കല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം. ഇനി ശമ്പളം കിട്ടിയിട്ടില്ല. പഴയ കടാണോ? ഞാൻ തരാം. എത്രയാ? 22,500 രൂപ. 22,500? ഈ ചെറിയ കടയിൽ നിന്ന് നീ എങ്ങനെയാ ഇത്രയും കടം വാങ്ങിച്ചത്? സത്യേട്ടനെ, ഞങ്ങളുടെ കടയിലെ മുറുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാ. മുറുക്കിന് 22,500 രൂപയാണ്. 22,000 മുറുക്കും തിന്നിട്ട് നിന്ന് നാണിക്കുന്നുണ്ടല്ലേ. ആദ്യമായിട്ട് വലിക്കാൻ തോന്നുന്നു. പുക അങ്ങോട്ട് വിടണമെന്ന് പോലും അറിഞ്ഞൂടാ. ആരാ? എന്റെ മോളാ. ആള് നല്ല ക്യൂട്ടാണല്ലോ. എന്താ മോളുടെ പേര്? താങ്കളാണ് പേര് വെക്കേണ്ടത്. ഞാൻ പേര് വെക്കണം? അയ്യോ, ഞാനിതുവരെ ആർക്കും പേര് വെച്ചിട്ടില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോനെ രുദ്ര. ഈ പ്രദേശത്ത് ആർക്ക് കുഞ്ഞു ജനിച്ചാലും നിന്റെ അച്ഛനാണ് അതിന് പേരിടുക. ഇപ്പൊ നീ ഈ കുട്ടിക്ക് പേരിട്. പറ്റില്ലെന്ന് പറയരുത്. ഞാൻ കുഞ്ഞിന്റെ പുറത്ത് സത്യം ചെയ്യും. എന്തായി പറയുന്നത്? കുഞ്ഞിന്റെ മേലാണ് സത്യം ചെയ്യുന്നത്. ചിത്രവതി. നല്ല പേരാങ്ങുന്നേ. ചേച്ചി ഒരു മിനിറ്റ് പോവില്ല. എടാ സുധ, കാശ് എടുക്കടാ. ഇത് വാങ്ങിച്ചോളൂ. കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണേ. ശരി അങ്ങനെ. ഞാനിപ്പോ വരടാ. ഡാ, എങ്ങോട്ടാ? നമുക്ക് പുറത്തു പോവാ. പോയിട്ട് പിച്ചെ എടുത്ത് തിന്നു. ഉണ്ടായിരുന്ന കാശൊക്കെ എടുത്ത് കൊടുത്തില്ലേ? ഇനി വല്ലതും ഉണ്ടോ നോക്കട്ടെ. ആ പട്ടാഭിനോട് മാത്രം ചോദിക്കില്ലേ. അയ്യോ, നിന്റെ ആളുകളോട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ എന്റെ കാശ് എടുത്തോണ്ട് വരാം. വലിയ രാജാവിന്റെ ഫാമിലി ആണത്രേ. കാശിന് ആവശ്യം വന്നാൽ ഞാൻ വേണം.
ഹലോ ഹലോ, സുഖമാണോ? ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ. ബാലുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മെനഞ്ഞാന്നാണ് അവന്റെ അച്ഛൻ മരിച്ചത്. ഇത്രയും നാളും വളർത്തിയ പാരന്റ്സ് അവന്റെ ആരും അല്ലാന്ന് മനസ്സിലായി. അപ്പൊ തുടങ്ങിയ കരച്ചില ഇതുവരെ നിർത്തിയിട്ടേ ഇല്ല. അവൻ ഇങ്ങനൊരു അവസ്ഥയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് കുഞ്ഞിന് പേരിടാൻ പറഞ്ഞു. അവനിട്ട പേരെന്താണെന്നറിയോ? അത് ചിത്രവതി എന്നായിരുന്നു. ഞാനൊരാൾ വിചാരിച്ചാൽ മാത്രം അവനെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊന്ന് ഇവിടം വരെ വന്നൂടെ? ഞാനോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നൂടെ? അയ്യോ, 11 ദിവസം ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ബാലുവിനെ നന്നായിട്ട് നോക്കണേ. ഓക്കെ, ശരി എന്നാ. ശരിക്കും അവൻ നിന്റെ ചെറിയച്ഛൻ്റെ മോൻ തന്നെയാണോ? അതോ ചെറിയമ്മ വേറെ വല്ല പണിക്കും പോയാണ്ടായിരുന്നു? എന്താ മൻസൂറേ ചേട്ടാ, നാളെ വിജയവാഡയിൽ പാർട്ടി ഓഫീസിൽ പോയിട്ടൊരു സീറ്റ് ചോദിച്ച് മേടിക്കണം. രാവിലെ തന്നെ പോണം. കോറി നോക്കിക്കോണം. ശരി ചേട്ടാ. മോളെ, ഇവിടെ കട അടച്ചു കഴിഞ്ഞു ചേച്ചി. എന്താ വേണ്ടത്? ഒരു വാട്ടർ ബോട്ടിൽ വേണം മോളെ. എന്റെ ഒപ്പം വരൂ. ഇനിയും എത്ര ദൂരം നടക്കണം മോളെ? മോളെ, എനിക്കിത് മതി. നമുക്ക് ഇതിന്ന് വെള്ളം കുടിക്കാം. ഇത് നമ്മുടെ പമ്പ് അല്ല ചേച്ചി, ഇത് വലിയ സാറിന്റെതാ. നമ്മുടേത് മുമ്പിലാ ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മോളുടെ പേരെന്താന്ന് പറഞ്ഞു? ഗംഗയാ ചേച്ചി. ഗംഗയ്ക്ക് തന്നെ അവര് വെള്ളം തരാൻ ആലോചിക്കുന്നു. നീ ഒന്ന് നിന്നേ. ഇത് കഴിച്ചു. എനിക്ക് വേണ്ടായിരുന്നു ചേച്ചി. അതെന്താ? കുറച്ചു ദിവസത്തിനുള്ളിൽ അമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പൊങ്കൽ വെക്കും. പണിയെടുത്ത് എന്റെ കൈയൊക്കെ ആകെ വഷളായി ചേച്ചി. നിങ്ങളുടെ കൈ പോലെ എന്റെ കൈ മാറ്റുവോ? നെയിൽ പോളിഷ് വേണോ? വാ, ഇട്ടുതരാം. ഇന്ന് വേണ്ട ചേച്ചി. നാളെ വീണ്ടും പണിക്ക് പോകുമ്പോ കൈയൊക്കെ വഷളാവും. അന്നിട്ട് തന്നാ മതി. ശരി, നീ ഈ ചോക്ലേറ്റ് കഴിച്ചോ. നിന്റെ വീട് എവിടെയാ? ഇവിടെ തന്നെയാ. പോലെയാന്ന് ചോദിച്ചാൽ ആര് വേണമെങ്കിലും പറഞ്ഞു തരും. ആ സമയത്ത് ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇട്ടുതരാം. ഓക്കെ? ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. വജ്രേ, ബാലുവിനെ കാണുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ട് പറയാം. നീ ചെന്ന് ഫ്രഷ് ആവും. ദാ അവിടെ. ആരാടാ? നിന്റെ മേഡമാടാ. എന്റെ മേഡം? നീ കളിക്ക്. വാ, നീ ഇവിടെ ഇരുന്നോ. മാഡം എന്താ ഇവിടെ? മാഡം 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 എന്താ ഇവിടെ? ഈ നാട്ടിൽ നിങ്ങൾക്ക് മാത്രമേ ആൾക്കാരുള്ളൂ, എനിക്കുണ്ടാവില്ലേ? എടാ, ആദ്യം അവളുടെ കുടുംബ ബന്ധമൊക്കെ അന്വേഷിക്കേ. എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അവസാനം അനിയത്തിയെ മാറണ്ട. ആദ്യം കളിക്ക്. മാഡം, നിനക്ക് സുഖമല്ലേ ബാലു? എനിക്ക് സുഖമാണ് മാഡം. നിങ്ങളുടെ എൻഗേജ്മെന്റോ? അത് നടന്നില്ല. ഞാൻ ഇറങ്ങിപ്പോന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇനി നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാം കളഞ്ഞിട്ട് വന്നു. യു മീൻ ഒളിച്ചോടി വന്നു? പറഞ്ഞിട്ട് തന്നെയാ വന്നത്. എന്തിനാ മാഡം ഇങ്ങനെ ചെയ്തത്? നിന്റെ വീട്ടില് സമ്മതിക്കില്ലേ? ഇപ്പൊ ഏതാ എന്റെ വീടെന്ന് എനിക്ക് പോലും അറിയില്ല മാഡം. ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലേ? എന്റെ അമ്മ ഞാൻ താലിബാൻ പെണ്ണിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും താലി കെട്ടി കൊണ്ടുപോടാന്നാ പറയുള്ളൂ. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല മാഡം. എനിക്കൊരു സിൻസിയറായ ഡൗട്ട്. എന്താ ബാലു? നിങ്ങളുടെ ബർത്ത്ഡേന്റെ അന്ന് എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തില്ലേ? സോ അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നെ കല്യാണം കഴിക്കാൻ വിചാരിക്കുന്നത്, അതോ ശരിക്കും എന്നെ ഇഷ്ടമാണോ? സഞ്ജീവേ, ഈ പാലൊന്ന് അമ്പലത്തിലേക്ക് എത്തിക്കൂ. ഒന്ന് പോയേട്ടാ, അത്രയും ദൂരം എന്നെ കൊണ്ട് ചുമക്കാൻ കഴിയില്ല. ഈ പാൽക്കാൻ അമ്പലം വരെ ഒന്ന് കൊണ്ടുവരാൻ പറ്റൂ? കാശ് തരാം. അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോയാട്ടെ. മോനെ, ഇന്ന് മഹാശിവരാത്രിയാണ്.
ഭഗവാൻ അഭിഷേകം ചെയ്യാൻ ലേറ്റ് ആകുന്നു. ഒന്ന് ഈ പാൽ അമ്പലത്തിലേക്ക് എത്തിക്കോ മോനെ, നിനക്ക് പുണ്യം കിട്ടും. എടുത്തോണ്ട് വരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല സ്വാമി. വീട്ടിൽ ഈ ഇടയ്ക്കാണ് ഒരു മരണം നടന്നത്, അതുകൊണ്ട് വരാൻ പാടില്ലല്ലോ. ആ പരമശിവൻ ഉള്ളത് തന്നെ ശ്മശാനത്തിലാ. അദ്ദേഹത്തിന് നമ്മൾ കാരണം തീട്ടുണ്ടാവൂ. ആ മോനെ. ഞാൻ അലങ്കാരമൊക്കെ തീർത്തിട്ട് വിളിക്കാം. ശരി സാർ. നീ കാരണം അഭിഷേകം നന്നായി നടന്നു. ഈ നാട്ടിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. എങ്ങോട്ടാ വന്ന്? മഹാകാളീശ്വർ റെഡ്ഡിയുടെ വീട്ടിലേക്ക് വന്നവരാ. അദ്ദേഹമായി എന്താ ബന്ധം? ഇവന്റെ അച്ഛനാ. മോനെ, നിന്റെ പേര് രുദ്രകാളീശ്വര റെഡ്ഡി എന്നല്ലേ? അതെ സ്വാമി. നിനക്ക് പേരിട്ടത് ഞാനാ മോനെ. ഇതേ മണ്ഡപത്തിൽ വെച്ച് മോന്റെ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോ ഈ സ്വാമിയുടെ പേര് ഞാനാ ഇട്ടത്. മോന്റെ അമ്മയുടെ മരണശേഷം പാഴടഞ്ഞു കിടന്ന ഈ അമ്പലം അവരുടെ ഓർമ്മയ്ക്കായി നിന്റെ അച്ഛനാണ് പുതുക്കിയത്. ഈ തട്ട് മുതൽ നന്ദിവാഹനം വരെ എല്ലാത്തിലും മോന്റെ അമ്മയുടെ പേരാ ഉള്ളത്. മോൻ ഇരുന്ന ഈ കല്ലടക്കം. ഞാൻ പോയി അർച്ചന ചെയ്തിട്ട് വരാം. പ്രസാദം വാങ്ങിച്ചിട്ട് പോയിക്കോളൂ. ശരി സ്വാമി. തൊട്ട് നമസ്കരിച്ചോളൂ. ഇവരൊക്കെ നല്ലവരാടാ, നല്ല മനസ്സുള്ളവരാ. എന്നെ ഇവിടുന്ന് ദൂരേക്ക് അയച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? സാരമില്ലടാ, നീ വിഷമിക്കല്ലേ. വാ നമുക്ക് പോവാം. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാടാ. ഈ കല്ലിന്റെ മേലെ ഇരിക്കുമ്പോ എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുന്നത് പോലെയുണ്ടടാ. മോനെ, വരൂ, വന്ന് പ്രസാദം വാങ്ങിച്ചോളൂ. ആയുർ ആരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധി രസ്തു. മക്കളെ, ഞാൻ വണങ്ങിക്കൊണ്ട് യാചിക്കാണ്. ഈ അമ്പലത്തിന്റെ കാര്യത്തിൽ മാത്രം തലയിടല്ലേ മക്കളെ. വേണ്ട മക്കളെ. എടാ തിരുമേനി, ഇന്ന് ഈ അമ്പലം തകർക്കുന്നുള്ളത് ഒന്നും ചെയ്യല്ലേ. എടാ വേണ്ടടാ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തവരൊന്നും. എന്റെ അമ്മയുടെ ഓർമ്മയാടാ ഇത്. എന്റെ അച്ഛൻ ഉണ്ടാക്കിയ അമ്പലം നശിപ്പിക്കാൻ നോക്കിയാ അവനെ അങ്ങ് വിടാൻ പറ്റൂടാ?
സിറ്റിംഗ് MLA പോയി. അതുകൊണ്ട് ഈ ബൈ ഇലക്ഷനിൽ നമ്മുടെ ചെങ്കാറെഡ്ഡിക്ക് ആ സീറ്റ് നൽകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാ. തെറ്റിദ്ധരിക്കരുത്, ഇദ്ദേഹത്തിന്റെ മരുമകനാവര്. പക്ഷേ അവകാശികളാരോ വന്നെന്നാണല്ലോ പറഞ്ഞത്. വന്നവൻ ഇവിടെ ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ അവൻ എന്തറിയാനാ? ഒരു കാര്യം ചെയ്യാം, അവിടെ നമുക്കൊരു മീറ്റിംഗ് വെക്കാം. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരാം. അവന്റെ സപ്പോർട്ട് നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്തവൻ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വരുമോ? അത് അമ്പലം പൊളിക്കാൻ പോയ കോൺട്രാക്ടർ ആളുകളെ ഒരുത്തൻ തല്ലിയെന്ന്. മഹാകാളീശ്വർ റെഡ്ഡിയുടെ മോനാണ്. അവരിപ്പൊ തന്നെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്ന് വെട്ടി നുറുക്കാൻ പോവുക. വേണ്ട മൻസൂറെ, അവന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അവനെ കൊല്ലണ്ട. നിങ്ങൾ സഹായം എന്ന് പറഞ്ഞപ്പോ എന്റെ ആൾക്കാർ കൊല്ലാന്നാ പറയണേ. മീറ്റിങ്ങിന്റെ തീയതി തീരുമാനിച്ചിട്ടറിയിക്കാം. നമുക്കിനി അവിടെ വെച്ച് കാണാം. ചേച്ചി, മരുമോൻ വന്നിട്ടുണ്ട്. മോള് വന്നില്ലേ? ഇല്ല. നാളൊരു മീറ്റിംഗ് ഉണ്ട്. വിജയവാഡയിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ആൾക്കാരും വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ചെറിയമ്മാവന്റെ MLA സീറ്റ് എനിക്ക് തരാൻ പോവാ. നാളെ സ്റ്റേജിൽ കയറി വന്ന് നിങ്ങളോ അവനോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് നാട്ടുകാരോടൊന്ന് പറയണം. ഞങ്ങൾ എന്തിനാ അങ്ങനെ? പറ്റില്ലേ? തന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാ. എന്നാലും കുഴപ്പമില്ല, പോക്കിക്കോന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞേ. മോനെ, പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി കയ്യും കാലും ഒക്കെ കഴുകി വന്നാ താമ്പോലം തന്നാ ഞങ്ങൾ ഇറങ്ങും. ശരി സാർ. പിന്നെ ഒരു കാര്യം മറന്നു. നിങ്ങളുടെ മകൾ അവന് വസ്ത്രം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ട് വരാം. നോക്ക്, നാളെ അവൻ നാട്ടിലേക്ക് തിരിച്ചു പോവാ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം മാമ. ഒരു ദിവസം കൊണ്ട് എന്തുണ്ടാവാനാ? കോറിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അമ്പലത്തിൻ്റെ അവിടെ എന്തിടാ പ്രശ്നം? ഓ, അമ്മയെ കുറിച്ചുള്ള ഓർമ്മ വരുന്നു പറഞ്ഞല്ലോ. നിന്റെ അമ്മ ഇനി എങ്ങനെയാ മരിച്ചതെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിലാണ് മരിച്ചതെന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ മാത്രം നിന്റെ ബുദ്ധിക്ക് എന്താ പറ്റി? സ്ത്രീധനമായി ഈ മൈൻ ഞാനാ നിനക്ക് തന്നത്. അത് തിരിച്ചു വാങ്ങിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത്. മതിയാക്ക്. അവസാനായിട്ട് പറയാ, എല്ലാം നിർത്തിക്കോ. ഒരു മോനാണെന്ന് പോലും നോക്കില്ല, ഒന്നുകളയും. മാമനാണെന്ന് ഞാനും നോക്കിയില്ല. നിന്റെ അച്ഛനെ കൊല്ലാൻ നേരത്തിന്റെ കുറുകെ വന്നു. ചെറുപ്രായത്തിൽ എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നെ വെറുതെ വിടാ. 2 തവണയായി ഈ അമ്മാവൻ നിനക്ക് പിച്ച തന്നിരിക്കുന്നത്. ആയുസിന്റെ പിച്ച. മൻസൂറേ, 25 വർഷമായിട്ട് എന്നെ പേടിച്ചു കഴിഞ്ഞതല്ലേ? എന്തോ നിനക്ക് മുണ്ട് മേടിക്കാൻ എനിക്ക് തോന്നിയില്ല. ഈ സാരി എടുത്തിട്ട് പോവാൻ നോക്ക്. അവിടെ ഒന്ന് അവനോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ സംസാരിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. മഹാകാളേശ്വർ റെഡ്ഡി മരിച്ചു പോയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ജീവനോടെ ഉണ്ട്.
ചങ്കാറെഡ്ഡി ഇപ്പൊ മഹാകാളേശ്വർ റെഡ്ഡിയുടെ സ്ഥലത്ത് വന്ന് നമുക്ക് സേവ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാണ്. ബ്രഹ്മസമുദ്രം ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് അറിയാത്തത് ആരാ ഉള്ളത്? മഹാകാളേശ്വർ റെഡ്ഡിയുടെ മോൻ രുദ്രകാളേശ്വർ റെഡ്ഡിയെ ഇവിടേക്ക് പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. ഫോണിൽ സംസാരിക്കാൻ പോവാണ്. എനിക്ക് ഈ നാടും പുതിയതാണ്, ഇവിടുത്തെ നാട്ടുകാരും പുതിയതാണ്. എൻ്റെ അച്ഛൻ എന്നെ മടിയിലിരുത്തി രാഷ്ട്രീയമൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എനിക്കും അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് ഈ രാഷ്ട്രീയമൊന്നും സെറ്റാവത്തില്ല. മഹാകാളേശ്വർ റെഡ്ഡി അദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ ചങ്കാറെഡ്ഡിയാണ്. ചങ്കാറെഡ്ഡി തന്നെ നേരിട്ട് വന്ന് പട്ടും കൊടുത്ത് മനസ്സുകൊണ്ട് സ്വീകരിച്ച സ്ഥാനാർത്ഥി അത് വജ്രകാളേശ്വരി ദേവി. MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അവർക്കെന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞങ്ങൾക്ക് റോഡിടാൻ അറിയില്ലെന്ന് പറഞ്ഞു, റിസർവോയർ നിർമ്മിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു, ബ്രിഡ്ജ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷേ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ഒരു പെൺകുട്ടിയും കണ്ണീർ ചിന്താതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ആരാണെങ്കിലും അവന് വെറുതെ വിടില്ല. സംസാരം കണ്ട മുതലാളിയെ പോലെ തന്നെ ഉണ്ടല്ലേ? സംസാരം മാത്രമല്ലടാ, ഒരു മിനിറ്റ് അവരെ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു നല്ല ദിവസം നോക്കി നോമിനേഷൻ ചെയ്യാം. അന്നേ അവന്റെ കഥ തീർക്കാന്ന് ഞാൻ പറഞ്ഞതാ. ചേട്ടൻ സപ്പോർട്ടാ മറ്റേതെന്നൊക്കെ പറഞ്ഞ തടഞ്ഞു. ഗരുഡപുരം ക്ഷേത്ര കമ്മിറ്റിക്ക് മെസ്സേജ് അയക്കേ. മനസ്സിലായി ചേട്ടാ. എന്താ എല്ലാരും ഉണ്ടല്ലോ? ഉത്സവത്തിനുള്ള പണം തന്നില്ലേ? എന്താ തികഞ്ഞില്ലേ? ഇനിയും വേണോ? എടാ പട്ടാവി കൊടുക്കടാ. ചേട്ടാ, പണത്തിന്റെ കാര്യമല്ലേ ചേട്ടാ. ഈ പ്രാവശ്യം കലശം വെക്കാൻ പാടില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ആര്? സംഗാറെഡ്ഡി. എന്താ ഇത്? അവനോട് സഹകരിച്ചില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അന്ന് അവിടേക്ക് അയച്ചപ്പോ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാം. ഇനി അങ്ങനൊന്നും പറ്റില്ല. ചേട്ടാ, പറ്റില്ലെന്ന് ചെങ്കാറെഡ്ഡി വാശി പിടിക്കുന്നു. എന്തോന്നാടോ? അവൻ വരില്ല. എന്ത് ചെയ്യും? എടാ പട്ടാവി എല്ലാരും പറഞ്ഞുവിട്. കമ്മിറ്റി ആളുകളെ വിളിച്ച് എങ്ങനെയാടാ വരാ? പറയുന്നവരെ കൊണ്ട് തലേ കയറുന്ന പോലെ പറ. മനസ്സിലായോ? ശരി ചേട്ടാ. നമസ്കാരം. മോളെ 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 അകത്തെന്റെ മുത്തശ്ശിയുണ്ട്. നടക്കാൻ കഴിയാത്തതാ. മോളുടെ അച്ഛനെ അവർക്ക് വലിയ കാര്യമാ. മോളെ കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് വരാവോ? പിന്നെ അതിനെന്താ, വരും. വന്നാട്ടെ. ആ വാ മോളെ. അകലെ പോയി വളർന്നവളല്ലേ. പക്ഷെ നീ കൊള്ളാം, പാവം. നിന്നെ തൊട്ടതാരെന്ന് ചോദിച്ചാ ഈ മൻസൂരാന്ന് പറ. അവൻ നിന്റെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ.
തനിക്ക് ഇവിടെ എന്താ കാര്യം? തിരിച്ചും കലശം വെക്കാൻ പോവാണെന്ന് അറിഞ്ഞു. പ്രശ്നമൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി. കയ്യിൽ കൊടുവാളും വെച്ച് 100 പേരുണ്ട് ഇവിടെ. ഇരുട്ടത്ത് 4 പേര് നിന്റെ ദേഹത്ത് വന്ന് വീണ നിനക്ക് എന്തൊലത്താൻ കഴിയും? ഓടാ. ഓ ഞാനിപ്പോ അകത്ത് ചെന്ന് നോക്കാം. അവൻ അകത്തുണ്ടെങ്കിൽ ഞാൻ അവന്റെ കഥ തീർക്കാം. അങ്ങനെയല്ല പുറത്തീന്നാ വരുന്നെങ്കിൽ നിങ്ങൾ തീർത്തേക്ക്. അകത്തേക്ക് പോകരുത്. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. അപ്പൊ നീ അകത്തുണ്ടല്ലേ? നിങ്ങൾ നടത്തി കുളിച്ചോ? ഇന്നലെ നിന്റെ ചേച്ചിയെ തൊട്ട മുതൽക്ക് എന്റെ മനസ്സ് മുഴുവൻ അവളുടെ ചിന്ത. നിന്നെ വെട്ടിയിട്ട് നേരെ അവളുടെ അടുത്തേക്കാ പോവാൻ പോകുന്നേ. ചങ്കാരെഡ്ഡിന്ന് വെച്ചാൽ നിനക്കൊരു പേടിയില്ല അല്ലേ? അമ്മേ, നിങ്ങളൊന്ന് അവിടേക്ക് വരൂ. എവിടേക്കാടാ? ആരതി ഒഴിയാൻ വേണ്ടിട്ടാ. ആർക്കാ? ചെറിയ മുതലാളിക്കാ. എന്തിനാടാ? ഒരു പെണ്ണിന് അന്യായം സംഭവിച്ച തല വെട്ടുന്ന മുതലാളിയുടെ രക്തമാ. സ്വന്തം ചേച്ചിയുടെ മേലെ കൈവച്ച് അങ്ങനെ വിടും അമ്മേ. ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവനെ ജീവനോടെ കത്തിച്ചിരിക്കുന്നു. ചേച്ചിയെ മാത്രമല്ല, ഈ നാട്ടിൽ ഏത് പെണ്ണിന്റെ മേലെ കൈവച്ചാലും ജീവനോട് ഉള്ളപ്പോ തന്നെ കുഴി കുഴിച്ചു കളഞ്ഞാൻ പറഞ്ഞേക്കാം. പോയി അവരോട് പറയേ, ആ വീട്ടിലുള്ള എന്റെ ചേച്ചിയുടെ മുഖത്തിന് വേണ്ടിയാണ് ഈ രുദ്ര കാളേശ്വര റെഡ്ഡി നിങ്ങൾ എല്ലാവരും വെറുതെ വിടുന്നതെന്ന് പറയേ. എന്താണോ നോക്കി നിൽക്കുന്നേ? കഴുത്തറുത്ത് നെഞ്ചുകീറി കളയും ഞാൻ. വലിച്ചുകൊണ്ടുപോ.
ബാലു എന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. ശരിക്കും എന്റെ കമ്പനിയിൽ ജോലി ചെയ്ത ബാലു തന്നെയാണോ നീ? തെറ്റ് ചെയ്യുന്ന ഒരാളെ കൊല്ലുന്ന അത്ര ദേഷ്യമുള്ള നിന്നെ പോയി ഞാൻ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഒക്കെ വിൽക്കാൻ പറഞ്ഞല്ലോ. എന്റെ ചെരുപ്പ് വെച്ച് എന്നെ പലാർന്നൊരു അടി കൊടുക്കണം. അയ്യോ ഒന്ന് ചുമ്മാ ഇരിക്കും. ഇതൊക്കെ ഒരു എമോഷനാ. അത് പിന്നെ ഒരു ജീവിതം ജീവിക്കാനായി. അങ്ങനത്തെ വാക്കൊന്നും നിനക്ക് ഒട്ടും സെറ്റ് ആവുന്നില്ല. ഓക്കെ പ്ലീസ് വേണ്ട. ഒരു കൊച്ചുകുട്ടിയെ തൊട്ടവന്റെ കൈ നീ കട്ട് ചെയ്തു, ഫൈൻ. നിന്റെ ചേച്ചിയെ തൊട്ടവനെ ജീവനോടെ കത്തിച്ചു, സൂപ്പർ. അപ്പൊ നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ തൊട്ടവനെ എന്ത് ചെയ്തു? നിങ്ങൾ എന്റെ മെയിന്റനൻസ് നോക്കിയിട്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്. എനിക്ക് അത്ര സീനൊന്നുമില്ല. ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? കാണാൻ തിരക്കേടില്ലല്ലോ. അങ്ങനെയാണ്. പക്ഷേ ഞാൻ എന്ത് പറയാനാ? ക്ലാസ്സിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്ന വെച്ചാൽ ടീച്ചർ ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാർക്കിങ്ങിൽ സംസാരിക്കാൻ നോക്കിയാൽ എന്നെ വിട്ടേച്ച് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത എന്റെ അമ്മ 1 മണിക്കൂറിന് മുമ്പേ തന്നെ വന്ന് നിൽക്കും. അറിയോ, എന്നെ പൊക്കി കൊണ്ടുപോയി ഉമ്മയും തന്ന് വീട്ടിൽ കൊണ്ടുപോകും. അവിടെയുള്ള പെൺകുട്ടികളൊക്കെ എന്നെ കണ്ട ചിരിക്കാ ചെയ്യാറ്. നാണക്കേട്. സാരമില്ല ബാലു, അപ്പൊ നീ കൊച്ചുകുട്ടിയല്ലേ? ആരാ ഇതിൽ ചെറിയ കുട്ടി? ഐ വാസ് സ്റ്റഡിയിങ് മൈ 10th ക്ലാസ്, യു നോ. 10th? എന്റെ അമ്മയുടെ സ്നേഹം കാരണം ഞാൻ പെൺപിള്ളേരെ കുറിച്ച് ആലോചിക്കുന്നതിനെ നിർത്തി. അപ്പോഴൊക്കെ എന്റെ ഫ്രണ്ട് ആയിരുന്നാലും ഗേൾ ഫ്രണ്ട് ആയിരുന്നാലും എല്ലാം എന്റെ അമ്മ തന്നെയാണ്. പാവമാണ് എന്റെ അമ്മ. ഇപ്പൊ എന്ത് ചെയ്യാണോ എന്തോ. അയ്യോ, എന്റെ കണ്ണിന്ന് കണ്ണീര് വരുന്നു. മാഡം നോക്ക്, ദേ നോക്ക്. കരയരുത്. നിന്റെ കയ്യിലിരിപ്പിനും നിന്റെ ഈ കരച്ചിലിനും ഒട്ടും ബന്ധമില്ലല്ലോ ബാലു. എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്ന? നാട്ടുകാർ എന്നെ രുദ്രകാളേശ്വരി റെഡ്ഡിന്നാ വിളിക്കുന്നത്. എന്റെ പൊന്നു ബാലകുമാര, ഈ നാട്ടിലാരും ഭർത്താവിന്റെ പേര് വിളിക്കില്ലെന്ന്. സോ ബാലു തന്നെ ബെറ്റർ. ശരി മാഡം, മാഡത്തിന്റെ കംഫർട്ട്. എന്റെ കാര്യം വിട. നിനക്ക് കംഫർട്ടബിൾ അല്ലേ? ഇറങ്ങി പോടാ നായേ. അവനെവിടെ ഇല്ല ചേട്ടാ, പേടിച്ചോടിയിരിക്കുക. അവൻ എവിടെയാണെങ്കിലും വിടില്ല. ഈ കൈ കൊണ്ടായിരിക്കും അവന്റെ ചാവ്. രാമൻ ലങ്കയ്ക്ക് പോയത് കേട്ടുണ്ടാവാം. അവിടുത്തെ 10 തലയുള്ള രാവണൻ അയോധ്യയിൽ വന്ന് എന്താ ഉണ്ടാവാന്ന് ഞാൻ കാണിച്ചാടോ. എന്റെ ഒരാളെ കൊന്നിട്ട് ഇവിടെ ആഘോഷിക്കാണോ? കൊല്ലുന്നതിലൊക്കെ ഞാൻ തന്റെ തന്തയാടോ. എവിടെ വെച്ചാണ് ഞങ്ങളുടെ മൻസൂറിനെ കൊന്നത് അവിടെ ചെന്ന് നോക്കണോ. നോക്ക്. ഫോറൻസിക് ആൾക്കാർ തെളിവെടുത്തോണ്ടിരിക്കുക. അകത്ത് പോകാൻ പറ്റില്ല. ആരാ ചെയ്തതെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. മാറി നിൽക്ക്. എടാ താഴോട്ട് ഇറക്ക്. നമ്മുടെ പട്ടാഭി ആയിരിക്കില്ല ചേട്ടാ. 25 വർഷങ്ങളായി എന്റെ കണക്കെല്ലാം നോക്കുന്ന പട്ടാഭിയുടെ കൈ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ലേ. പുറത്തു പോവല്ലേ, ചെലവിന് പൈസയുടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? അവനെ പുറത്തേക്ക് എടുക്കണം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും സാർ. കോൺക്രീറ്റ് ലൂസ് ആവണമെങ്കിൽ കെമിക്കലും ആസിഡും ഒഴിക്കണം. അങ്ങനെ ചെയ്താൽ തന്നെ സ്കിന്നും മറ്റും കരിഞ്ഞു പോകും. സംസ്കാര ചടങ്ങ് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ, വേറെ വഴിയില്ല. ചങ്കാറെഡ്ഡി അവന്റെ പ്രവൃത്തികൾ തുടങ്ങി. ഓരോരുത്തരെയും കൊന്നിട്ട് അവൻ നിന്റെ അരികിലേക്ക് വരും. അങ്ങനെ സംഭവിച്ചാ നിന്റെ അമ്മയ്ക്ക് ചെയ്ത സത്യം പാഴാകും. നിനക്കെന്തെങ്കിലും സംഭവിച്ച എന്നോട് ക്ഷമിക്കാൻ നിന്റെ അച്ഛനും അമ്മയും പോലും ജീവനോടില്ല.
നീ ഇവിടെ നിന്ന് പോ. നിന്റെ ചേച്ചിയും ഞാനും കൂടെ പോയിട്ട് ആ ചങ്കാറെഡ്ഡിയുടെ കാലിൽ വീണ് ഇതെല്ലാം ഒന്ന് നിർത്താൻ ഞാൻ കേണപേക്ഷിക്കാം. നീ പോ മോനെ. എല്ലാ പ്രശ്നങ്ങളും തീർത്തു വയ്ക്കുന്ന ഞാൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വിട്ടേച്ച് പോകാൻ പറ്റില്ല. ബാലു വാ പോവാ. എങ്ങോട്ട്? ഒരു ചെറിയ ജോലിയുണ്ട്, വാ പോവാ. ആരുടെ വീട്ടിലേക്ക്? ഒന്ന് വെയിറ്റ് ചെയ്യ്. മോനെന്താ മോനെ ഇങ്ങോട്ടൊക്കെ? പോളയുടെ വീട് ഏതാണ്? വാ മോളെ, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാം. ഇരിക്ക് സാറേ. അങ്ങ് എന്റെ വീട്ടിലേക്ക് അത് പിന്നെ ചേച്ചി ഗംഗയെ കാണാൻ വന്നതാണ് ചേച്ചി. ഗംഗ ജോലിക്ക് പോയിരിക്കുക, വരാനുള്ള സമയമായി. അവളെ എന്തിനാ കാണണമെന്ന് പറയുന്നേ? ദേവിക്ക് പൊങ്കാല ഇടുന്ന മുമ്പ് എന്നെ പോലെ അവക്ക് നെയിൽ പോളിഷ് ഇടണമെന്ന് പറഞ്ഞു. അത് നീയാണോ മോളെ? എന്നോട് അവൾ പറഞ്ഞിരുന്നു. അവൾക്ക് സുന്ദരിയായി ഒരുങ്ങി നടക്കാൻ വളരെ ഇഷ്ടമാണ്, അതിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ആ മൈനിങ് ജോലിക്ക് പോകുന്നത് കൊണ്ട് സൗന്ദര്യവും നിറവും എല്ലാം പോയി. ആ സ്ഥലം കുഴിച്ചു കുഴിച്ച് അവളുടെ കൈ മൊത്തം വൃത്തികേടായി. ചേച്ചി എന്തായി പറയുന്നത്? സ്കൂളിലേക്ക് അയക്കാറില്ലേ? ഈ നാട്ടിൽ പള്ളിക്കൂടങ്ങളില്ല. എന്താ ഇവിടെ സ്കൂളില്ലെന്നോ? അപ്പോ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിലെ ദാരിദ്ര്യം മാറണമെങ്കിൽ ജോലിക്ക് പോയാലല്ലേ പറ്റൂ. നിങ്ങൾക്ക് പോവാലോ. ഞങ്ങൾക്ക് പണിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ അയക്കില്ലല്ലോ. ഇവിടെ മുതിർന്നവർക്ക് പണിയില്ല, കുട്ടികൾക്ക് പഠിപ്പുമില്ല. സ്ലേറ്റ് കൈ പിടിച്ചാലും അടിക്കും, കോറിയിലേക്ക് ചെന്നില്ലെങ്കിലും അടിക്കും. വിശന്നിരിക്കുന്നതിനേക്കാളും മോളെ പണിയെടുക്കാൻ വിട്ടാ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിശപ്പെങ്കിലും മാറുമല്ലോ. ദേ അവളുടെ വണ്ടി വരുന്നു. ഗംഗ വന്നു. അച്ഛമ്മേ, ഗംഗയെ ദിവസവും ആഴമുള്ള സ്ഥലത്താണ് അയച്ചിരുന്നേ. മേളില് മണ്ണ് വീണത് കാരണം മരിച്ചുപോയി. എന്റെ മോള് മരിച്ചെന്നോ? എന്റെ മോള് മരിച്ചെന്നോ? അയ്യോ, എന്റെ മോൾ എന്നെ വിട്ടിട്ട് പോയേ. ഗംഗേ, ഗംഗേ, കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ പോയിട്ട് അവസാനം ഈ ഗതിയായല്ലോ. ഒരു ദിവസം പോലും അവൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. വേദനയില്ലാതെ ഒരു ദിവസം പോലും എന്റെ കുഞ്ഞു ഉറങ്ങിയിട്ടില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം വീട്ടിൽ കൊണ്ടുതരും. മര്യാദയ്ക്ക് ആഹാരം പോലും തരാൻ കഴിയാത്ത എന്റെ വയറ്റിൽ എന്തിനാടി നീ വന്ന് ജനിച്ചത്? എന്റെ മോളെ നന്നായിട്ട് വളർത്താൻ വേണ്ടി പേരിട്ടത്. പക്ഷെ അവളാണ് ഞങ്ങളെ നോക്കിയത്. ഇന്ന് അവള് കിടക്കുന്നത് കണ്ടില്ല. ചേച്ചിയോട് നീ അകത്തിലും നിറമടിക്കണമെന്ന് പറഞ്ഞില്ലേ? ചേച്ചി വന്നിരിക്കുന്നു. കണ്ണു തുറന്നു നോക്കുമോളെ. അവളുടെ ഈ ചെറിയ ആഗ്രഹം പോലും നിറവേറ്റാൻ പറ്റിയില്ലല്ലോ ബാലു. ഇപ്പൊ ഇട്ട് കൊടുക്ക. ഇട്. പണിയെടുത്ത് എന്റെ കൈയൊക്കെ ആകെ വഷളായി ചേച്ചി. നിങ്ങളുടെ കൈ പോലെ എന്റെ കൈ മാറ്റുമോ? ഓരോ ദിവസവും ഓരോരുത്തർക്ക് സംഭവിക്കും. ഇന്ന് നിന്റെ മോൾക്ക് തന്നെ സംഭവിച്ചു, നാളെ വേറൊരാൾക്ക്. ആ മൈനിങ് മോളിലായിരുന്നപ്പോ ഞങ്ങളാ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങള് പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഇപ്പൊ കുട്ടികളെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രഹ്മസമുദ്രത്തിലെ പിള്ളേര് ജീവനോടെ ഉണ്ടാണെങ്കിൽ ആ ബ്രഹ്മരാക്ഷസൻ ചങ്കാരടി മരിക്കണം. അയാൾക്കാണെങ്കിൽ മരണവും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല.
നിങ്ങൾക്ക് വെള്ളം എടുക്കണം അല്ലേ? കുടുംബത്തിലെ ഒരെണ്ണവും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ചേട്ടാ, രുദ്രകാളീശ്വരി റെഡ്ഡി ക്വാറിയിലേക്ക് വരുന്നെന്ന്. അവനിവിടെ എത്തുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നെന്നുള്ള വാർത്ത അവൻ അറിഞ്ഞിരിക്കണം. ചക്രപാണിയെ വിളിച്ച് പറഞ്ഞു. ചെയ്ത പാപത്തിന് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോവില്ല. നരകത്തിലെ കാലിനോട് പറ എന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. ഒരു രാത്രി ഓവർ ടൈം ചെയ്യാൻ പറയാ. വന്നേ ഉള്ളൂ. ജോലി കഴിഞ്ഞ ഉടനെ പറയാം. ചേട്ടാ, ഇവിടെ രുദ്രകാളേശ്വര റെഡ്ഡി രുദ്രതാണ്ഡവം കളിക്കുക. അവന്റെ വീട്ടുകാര്യങ്ങളിലൊന്നും തലയിടണ്ട ചേട്ടാ. ഹലോ ഹലോ ഹലോ, എന്തു ചേട്ടാ? വാടാ, ഇവിടുന്ന് പോവാം. നിങ്ങളോ?
എന്താ ഇതുവഴിയൊക്കെ? ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. അത് പിന്നെ എന്റെ മകള് നിങ്ങളുടെ മകനായിട്ട് സ്നേഹത്തിലാണ്. ആ കാര്യം സംസാരിക്കാനായിട്ട് വന്നതാ. അതെയോ? വായേട്ടാ, അകത്തേക്ക് കേറി വാ. ഏയ് കുഴപ്പമില്ല, സാരമില്ല. അയ്യോ, ഒന്ന് കേറി വായേട്ടാ. നിങ്ങളൊക്കെ ഇവിടെ വന്നാ മതി കേട്ടോ. ശരി ചേട്ടാ. എന്റെ കൂടെ സ്ത്രീകളാരും വന്നില്ല. ഓ അതെല്ലേ. ഏട്ടാ, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഏട്ടന് പൊട്ട് വെച്ചു കൊടുക്കേ. നിങ്ങൾ തന്നെ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് സർ? അവൾ സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിക്കൂ. 25 കൊല്ലായി കാണുന്നതല്ലേ, അവൾ അങ്ങനെയാ. ഇത് കൊടുക്കേ. ഇതാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി. ഏട്ടാ, ബ്രഹ്മസമുദ്രത്തിൽ നിന്ന് ഫോൺ വന്നിരുന്നു. എന്റെ മോനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയും അവന് ദേഷ്യം വന്നാ അവൻ നരരൂപ രാക്ഷസനായി മാറുന്നു. ഞാൻ അമ്മയല്ലേ, എനിക്ക് മാത്രമേ അറിയൂ. നരസിംഹദേവനായി മാറുവൻ. ചെങ്കോടോ ലിങ്കോടോ എനിക്കറിയില്ല. ഈ സാരി അവൻ അയച്ചു കൊടുത്തേക്ക്. എന്താടാ 10 തലയോടെ വന്ന അയോധ്യയെ നീ ആക്രമിക്കോ? നീ ആക്രമിക്കുന്നത് നോക്കി നിൽക്കാനായി ഞാൻ അയോധ്യയിലുള്ള ശ്രീരാമനല്ലടാ, ആ രാവണനെ നശിപ്പിക്കുന്ന രുദ്രകാളേശ്വരനാണ്. തല വെട്ടി നിന്റെ കയ്യിൽ തന്നെ തരാടാ.
25 വർഷം ഒരു ഡൗട്ടും തോന്നാത്ത വിധം അമ്മയ്ക്ക് എങ്ങനെ എന്നെ വളർത്താൻ പറ്റി? ജനിച്ച ഉടനെ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് അയക്കില്ലെന്ന് മരിക്കും മുമ്പ് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ മകനെ ഈ മണ്ണിൽ കാലുകുത്താൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ എന്താ അമ്മ, എന്നെ പറഞ്ഞയച്ചില്ലേ? നിന്റെ അമ്മ എന്നേലും വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ? എന്നെ അയച്ചല്ലോ. എന്താ പേര്? രുദ്രകാളേശ്വർ റെഡ്ഡി. ഈ പിഞ്ചു കുഞ്ഞ് എന്തിന് അത്രയും വലിയ ഭാരം ചുമക്കും? എല്ലാം ആദ്യം മുതലേ തുടങ്ങണ്ടേ? ആദി കേശവ. എത്ര തവണ പറയാനാ ഉപ്മാവില് പച്ചമുളക് ഇടണ്ടാന്ന്? അമ്മ ഒരു രാക്ഷസിയാ. എന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ വേണ്ടി വന്നു അറിയോ? പൊളിറ്റീഷ്യന്റെ മകൻ അവനെ അയക്കാതെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പയ്യന് എന്നെ എന്തിനാ അമ്മ അയച്ചത്? നിനക്കൊന്നും ആവില്ലടാ. നിനക്കേ നിന്റെ അമ്മാവന്റെ ചായയുണ്ട്. എന്ത് മാമനാ? ഇപ്പൊ അദ്ദേഹം എവിടെയുള്ളത്? ഇവിടുന്ന് ഒരുപാട് ദൂരെ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിക്ക്. എന്താണത് ഇത്രയും ഭാരമുള്ളത്? ഇത് നിന്റെയാടാ. ഇത്രയും നാളെ ഞാൻ ചുമന്നു. ആവശ്യം വന്നാൽ ഞാൻ വീണ്ടും വാങ്ങിച്ചോളാം. വെച്ചോ വെച്ചോ. ബാലക്കോട്ടയ്യ, വേലക്കാരി വന്നിട്ടില്ല. ബോട്ടിൽസിലൊക്കെ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കണം. വേഗം വന്നാട്ടെ. നമ്മൾ അവിടെ ചെയ്ത ജോലി എന്താണ് ഇങ്ങനെ ഇവിടെ പറയുന്ന ജോലി കണ്ടില്ലേ? എടാ ഞാൻ രുദ്രകാളേശ്വര റെഡ്ഡിയാടാ. ബാലക്കോട്ടയ്യ, ആധാർ കാർഡിൽ നിന്റെ ഫോട്ടോയുടെ താഴെയുള്ളത് ബാലക്കോട്ടയ്യാടാ. ബാലക്കോട്ടയ്യ, ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് രമ്യ ബാറിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ആ കല്ലിന്റെ മുകളിൽ ഇരുന്ന് അവന്റെ അമ്മയുടെ മടിയിലിരുന്ന പോലെ അത്രേ. എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. നീയെങ്കിലും എന്നെ രുദ്രകാളേശ്വര റെഡ്ഡി എന്ന് വിളിക്കോ? പോടാ ബാലക്കോട്ടയ. നാളെ മുതൽ കറക്റ്റ് സമയത്ത് ഓഫീസ് എത്തണം. ആരെന്ത് പറഞ്ഞാലും ഞാനാണ് രുദ്രകാളേശ്വർ റെഡ്ഡി. ഇത് ഫിക്സ്ഡ്.